വെൽക്കം ടു ടെയിൽസ് അൺടോൾഡ്. ഞാൻ ടിൻഡു രവീന്ദ്രൻ. നമ്മുടെ ചാനലിൽ നമ്മൾ സക്സസിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്, സക്സസ്സിന് മുന്നേ ഉണ്ടായിരുന്ന ആ മൊമെൻറ്റ്സ്, സ്പോട്ട്ലൈറ്റിൽ വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ആ സൈലൻസ്, ചിറകുകൾ വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു വെയിറ്റ്, ആ ഒരു ഭാരം, അങ്ങനെ മനോഹരമായ കഥകൾ ഷെയർ ചെയ്യുന്നൊരു ചാനലാണ് നമ്മുടേത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ഡയറക്ടറായ ഒരു വ്യക്തിത്വമാണ്. 18 വർഷം അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്തു. ചങ്ങനാശ്ശേരിയിൽ ജനിച്ച് NSS കോളേജിൽ എക്കണോമിക്സ് പഠിച്ച് നമ്പേഴ്സിൻ്റെയും സിസ്റ്റംസിൻ്റെയും ലോജിക്കിൻ്റെയും ലോകത്ത് നിന്ന് സിനിമയുടെയും കഥ പറച്ചിലിൻ്റെയും ആത്മാവിൻ്റെയും ലോകത്തിലേക്ക് ഇറങ്ങിയ ഒരാൾ ജി മാർത്താണ്ഡൻ സർ. 18 വർഷം അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. വെരി ഫേമസ് മൂവീസ് ലൈക്ക് ചോട്ടാ മുംബൈ, പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ്, 2 ഹരിഹർ നഗർ, ദ കിങ് ആൻഡ് ദ കമ്മീഷണർ, പ്രഗത്ഭരായിട്ടുള്ള ഡയറക്ടേഴ്സായിട്ടുള്ള രഞ്ജിത്ത് സർ, അൻവർ റഷീദ് സർ, ലാൽ സർ, ഷാജി കൈലാസ് സർ, എല്ലാവരുടെയും അസോസിയേറ്റ് ആയിട്ട് ഒത്തിരി വർഷം വർക്ക് ചെയ്തതിന് ശേഷം 2013 മമ്മൂക്കയെ വെച്ചിട്ടുള്ള ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ്, അച്ഛാദിൻ, പൃഥ്വിരാജ് സുകുമാരൻ്റെ പാവാട, മഹാറാണി, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം ഇറങ്ങാനിരിക്കുന്നു, ഓട്ടം തുള്ളൽ. സാറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം, വിശേഷങ്ങൾ കേട്ടറിയാം. വെൽക്കം മാർത്താണ്ഡൻ സർ. നമസ്കാരം സർ. ആദ്യത്തെ ഒരു ചോദ്യം തന്നെ, സാറിൻ്റെ ഒരു റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിലാണ്. അവിടുത്തെ NSS സ്കൂള്, അവിടുത്തെ സ്ട്രീറ്റ്സ്, അവിടുത്തെ ആൾക്കാർ, ചെറുപ്പകാലം എല്ലാം അവിടെയായിരുന്നു അല്ലേ? അപ്പോൾ ആ കുട്ടിക്കും ഇന്നത്തെ മാർത്താണ്ഡൻ സാറിനും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അല്ല, ചെറുപ്പകാലം ഇപ്പോഴും ഞാൻ ചങ്ങനാശ്ശേരിക്കാരനെ. എറണാകുളത്ത് സിനിമയായിട്ട് ബന്ധപ്പെട്ട് താമസിക്കുന്നേ ഉള്ളൂ. എൻ്റെ വീട് ചങ്ങനാശ്ശേരി തന്നെയാണ്. അവിടെ അമ്മ മാത്രമേ ഉള്ളൂ, ബ്രദേഴ്സൊക്കെ അടുത്തുണ്ട്. അവിടുന്ന് ചങ്ങനാശ്ശേരിയിലെ സ്ട്രീറ്റുകളിൽ അതൊക്കെ തന്നെയാണ്. എനിക്ക് മാറിയതായിട്ട് ഞാനൊരു സംവിധായകൻ്റെ ഒരു കുപ്പായം എടുത്ത് തലക്കനമായിട്ട് വെച്ചിട്ടില്ല. ഞാനിപ്പോഴും എൻ്റെ നാട്ടിൻപുറത്തിലുള്ള ഒരു പയ്യനായിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. സിനിമാ സംവിധായകൻ എന്ന് പറയുന്നത് അതെൻ്റെ ഒരു പ്രൊഫഷനായിരുന്നു, അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആഗ്രഹത്തിലോട്ട് എത്താൻ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. പക്ഷേ ആഗ്രഹത്തിൽ എത്തിക്കഴിഞ്ഞിട്ടും ഞാൻ അത് ആ സിനിമ ചെയ്യുന്ന സമയത്ത് മാത്രമേ സംവിധായകൻ എന്നുള്ള എൻ്റെ ഒരു ഇതെടുത്ത് ഞാൻ അണിയാറുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ഒരു സാധാരണക്കാരനായിട്ട് എല്ലാവരുടെ ഇടയ്ക്കൂടെ പോകുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതങ്ങനെ പോകാൻ എനിക്കിഷ്ടം. അല്ലാതെ അതെടുത്ത് വെച്ചിട്ട് 2 കട്ടയെടുത്ത് കഷത്തി വെച്ചിട്ട് സംവിധായകൻ എന്ന് പറഞ്ഞ് നടക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. കാരണം ഞാൻ ചെയ്ത സിനിമകളൊന്നും അത്ര മോശം സിനിമകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മലയാളത്തിലെ പ്രഗത്ഭരായ താരങ്ങളെ വെച്ചിട്ട് തന്നെ സിനിമകൾ ചെയ്തിരിക്കുന്നത്. വേണേൽ എനിക്ക് കുറച്ച് അഹങ്കരിക്കാം, പക്ഷേ അതിനോട് താല്പര്യമില്ല. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു വന്ന ആളാണ്. അപ്പോൾ നമ്മൾ വെറുതെ അത്തരം ജാടകളോടോ അത്തരം സംഭവങ്ങളോടോ ഒന്നും ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം എന്ത് സംഭവിച്ചാലും നമ്മൾ താഴോട്ട് തന്നെ വരണം. അപ്പോൾ എപ്പോഴും നമ്മൾ മേലോട്ട് പോകുന്നതോറും താഴോട്ട് നോക്കുന്നല്ല. അതുകൊണ്ട് ഞാനെപ്പോഴും ചങ്ങനാശ്ശേരി നോക്കി തന്നെ നിൽക്കുന്നത്. എന്ത് പ്രശ്നമുണ്ടല്ലോ എന്നെ അവർ ഏറ്റെടുത്തോളൂ. കാരണം അവരുടെ അത്ര സ്നേഹമുള്ള നാട്ടിലുള്ള ആൾക്കാരുടെ സുഹൃത്തുക്കളാണെങ്കിലും എൻ്റെ വീട്ടുകാരാണെങ്കിലും ഒക്കെ. അതുകൊണ്ട് അങ്ങനെ ഒതുങ്ങിക്കൂടാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് അവിടുന്ന് ഇത് മാറ്റമെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വളർച്ചയിലുള്ള മാറ്റങ്ങളല്ല, ഷേപ്പിലുള്ള മാറ്റങ്ങളല്ലാതെ മനസ്സുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു മാറ്റം എനിക്കുണ്ടായിട്ടില്ല. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് സാറിനെ ഇപ്പോൾ പേഴ്സണലായിട്ട് അറിയാമെന്നുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. സാർ പുറത്ത് വെച്ച് കാണുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര വൈബാണ്, എന്താ വെച്ചാൽ സാർ ഭയങ്കര കൂളാണ്. പക്ഷേ നമ്മൾ ആ സെറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അയ്യോ ഈ സാറല്ലല്ലോ നമ്മുടെ സാറ്, മാർത്താണ്ഡൻ സാർ വേറൊരാളായതുള്ളൂ. ആ സീരിയസ്നെസ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള സെറ്റിലൊരു കരിയില പോലും കടന്നു കഴിഞ്ഞാൽ, അസ്ഥാനത്ത് കടന്നു കഴിഞ്ഞാൽ അത് സാറിൻ്റെ കണ്ണിൽപ്പെടും. ഓരോ ഫ്രെയിമും സെലക്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അപ്പോൾ ഒരു 2 ഡിഫറെൻ്റ് ഐഡൻറ്റിറ്റി ഉണ്ടല്ലേ സാർ, ഔട്ട് ഓഫ് മൂവിയും ഇൻസൈഡ് മൂവിയും. അത് തീർച്ചയായിട്ടും അങ്ങനെ വേണം. കാരണം ഒരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ സിനിമയുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പാണ്. അവിടെ ഡിസിപ്ലിനൊക്കെ നീറ്റായിട്ട് പോകണം. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സെറ്റിൽ അങ്ങനെ ഡിസിപ്ലിൻ കൈകാര്യം ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഞാനത് മദ്യപിച്ചിട്ട് ആരും വർക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെ ആരും ചെയ്യാറില്ല. എന്നാലും ആരും അങ്ങനെ വരുന്ന ആൾക്കാരെ ഞാൻ അങ്ങനെ അടുപ്പിക്കാറില്ല. അതൊക്കെ എനിക്ക് വളരെ സ്ട്രിക്റ്റായിട്ട് അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ക്യാപ്റ്റനായിട്ട് നിൽക്കുമ്പോൾ 100-150 ആൾക്കാരോളം വർക്ക് ചെയ്യുന്നൊരു ക്രൂവാണ് അവിടെ. 150 സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് ഡിസിപ്ലിനിൽ പോയില്ലെങ്കിൽ അത് പിന്നെ ഞാനെല്ലാം തുടങ്ങുന്നതൊക്കെ രാവിലെ 7 മണിക്ക് തുടങ്ങും. അങ്ങനെയൊക്കെ തുടങ്ങുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ശീലിച്ചാണ് ഞാൻ വന്നത്. കാരണം പെട്ടെന്നൊരു ഡയറക്ടറായ ആളല്ല ഞാൻ. ഒരുപാട് വർഷം വർക്ക് ചെയ്ത് ഈ മൊബൈലില്ലാത്ത കാലങ്ങൾ തൊട്ടുള്ള പടങ്ങളിൽ വർക്ക് ചെയ്ത് നമുക്കറിയാം ഓരോ രീതികളും. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്ത്
വന്നതുകൊണ്ട് അങ്ങനെ വലിയ വലിയ സംവിധാനം കൊടുക്കുന്നുണ്ട്, അവരുടെ ഒരു രീതികളൊക്കെ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എന്ന് വെച്ചാൽ ഓവർ സ്ട്രിക്റ്റ് അല്ല, കാര്യങ്ങൾ പറയും അതിങ്ങനെ വേണം അതങ്ങനെ വേണം, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അതൊക്കെ അത് നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ആ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരോടും ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും കുറച്ചൊരു കമാൻഡിങ് പവർ ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് സ്മൂത്തായിട്ട് പോകുള്ളൂ. അതുകൊണ്ടാണ്, അല്ലാതെ ഞാനൊരു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അങ്ങനെ അഡമൻ്റായിട്ട് നിൽക്കുന്ന ആളൊന്നുമില്ല. ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. കാര്യങ്ങൾ പറയേണ്ടടുത്ത് ഞാൻ ഓപ്പണായിട്ട് പറയുകയും ചെയ്യും. അത് എൻ്റെ പൂർവികർ എനിക്ക് പറഞ്ഞു തന്ന ചില പാഠങ്ങളാണ്, അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ ഓൾവേസ് ഒരു ഫ്രണ്ട്ലി ആയിട്ടൊരു മനുഷ്യൻ, എനിക്ക് അങ്ങനെ പോകാൻ ഇഷ്ടം. പിന്നെ ചെറുതായിട്ട് മനുഷ്യനല്ലേ, ദേഷ്യം ഉണ്ടാകും, അസൂയ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഇല്ലെങ്കിൽ മനുഷ്യനല്ലേ, ദൈവമായി പോവും. അപ്പോൾ ദൈവമാകാൻ താല്പര്യമില്ല, ദൈവമാകാൻ താല്പര്യമില്ല. മനുഷ്യനായിട്ടേക്ക് അത്യാവശ്യം കള്ളം പറയും, എന്താ പറയുന്നത്, അസൂയൊക്കെ ഉണ്ട്, ദേഷ്യമുണ്ട്, സ്നേഹമുണ്ട്, ഇതൊക്കെ കൂടെ ചേർന്ന മനുഷ്യൻ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര വലിയ ദൈവവും ജ്ഞാനിയൊക്കെ ആയിപ്പോയി. അത് ശരിയല്ല. അതെയുള്ള സാർ ഇപ്പോൾ ചങ്ങനാശ്ശേരി റൂട്ട്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അമ്മേനെ കുറിച്ച് പറഞ്ഞു. ഞാൻ എപ്പോഴും കാണാറുള്ള കാര്യം, സാറിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അമ്മയുടെ എല്ലാ ബർത്ത്ഡേക്കും സാർ അമ്മയുടെ ഫോട്ടോ ഇട്ടിട്ട് വിഷ് ചെയ്യാറുണ്ട്. അമ്മയുടെ ഭയങ്കര അടുപ്പമാണല്ലേ സാർ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ബാച്ചിലറാണ് ഇപ്പോഴും. എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണപ്രായം കഴിഞ്ഞ ഒരാളാണ് ഞാൻ. ഇങ്ങനത്തെ ഒരു ജീവിതമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പം ത്രൂ ഔട്ട് അമ്മ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിലും. കാരണം കൊച്ചിലെ പഠിക്കുന്ന സമയത്ത് എന്നെ ഒരു അധ്യാപകനാക്കാൻ അമ്മ ആഗ്രഹിച്ചത്. അമ്മയുടെ ഇഷ്ടത്തിൽപ്പെട്ട സംഭവമല്ലായിരുന്നു സിനിമ ഡയറക്ടർ ആകുക എന്നുള്ളത്, എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ അങ്ങനെ പോയപ്പോഴും അമ്മ സൈലൻ്റായിട്ട് ഇരുന്നു. പിന്നെ ഞാൻ ഡയറക്ടറായി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അവൻ്റെ റൂട്ട് കറക്റ്റാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാ ഇതും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യം. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തുകയൊക്കെ ചെയ്യും. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അമ്മയുടെ കഷ്ടപ്പാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഉള്ളത് സ്വരുക്കൂട്ടി ചിട്ടി ചേർന്ന് അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ പഠിപ്പിക്കുക. അത് നമുക്കറിയാം, അതിൻ്റെ കണക്കിൻ്റെ കാൽക്കുലേഷൻസൊക്കെ അമ്മ എടുത്തൊക്കെ. അത്രയൊരു വലിയൊരു അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. എൻ്റെ സിനിമയുടെ കഥകളൊക്കെ ഞാൻ ഷെയർ ചെയ്യും. പിന്നെ ഒരു ദിവസമെങ്കിലും ഞാൻ വിളിച്ചില്ല, അമ്മയ്ക്ക് അതിൻ്റേതായ ഇതുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് പോയി കാണും. ഇപ്പോൾ പ്രായത്തിൻ്റേതായ വിഷയങ്ങളുണ്ടെങ്കിലും തിയേറ്ററിലൊന്നും പോയി സിനിമ കാണാൻ പറ്റില്ല. എൻ്റെ സിനിമകളെ തിയേറ്ററിൽ പോയി കാണത്തുള്ളായിരുന്നു. ഇപ്പോൾ വീട്ടിലിരുന്നതിനാണ് കാണുന്നത്. എങ്കിലും എല്ലാ കാര്യത്തെക്കുറിച്ചും ഭയങ്കര അപ്ഡേറ്റാണ്. ഈ വാർത്തകൾ, പത്രത്തിൻ്റെ എല്ലാ പരസ്യം അടക്കം വായിക്കും. ന്യൂസ് പേപ്പർ രാവിലെ എഴുന്നിട്ട് ആ ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഉച്ച കൊണ്ട് അതിനകത്ത് എല്ലാം വായിക്കും. കാണാപ്പാടമാണ്. നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്, സിനിമയെക്കുറിച്ചാണല്ലോ എല്ലാം വ്യക്തമായിട്ട് അറിയാം. ചാനലുകളൊക്കെ ഇരുന്ന് കാണും. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസമൊന്നും അധികം ഇല്ല, പക്ഷേ നല്ല ജ്ഞാനമുള്ള ഒരാളാണ്. അപ്പം അത്രയും അമ്മയെ കിട്ടിയത് ഭയങ്കര ഭാഗ്യമാണ്. ഞാൻ അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ് എപ്പോഴും അതെ. എൻ്റെ സിനിമകളും അമ്മയ്ക്ക് പ്രാധാന്യമുള്ളത്. ഇപ്പോൾ പാവാടയിലും ജോണിയിലൊക്കെ അമ്മ ഇമോഷൻസ് ഭയങ്കരമായിട്ട് പ്രാധാന്യമുള്ള സിനിമയായിരുന്നു. അത്തരം സിനിമകൾ എടുക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു ഇത് അടുപ്പം വരാറുണ്ട്. തീർച്ചയായിട്ടും അമ്മയല്ലേ നമുക്കെല്ലാം. അതെ, ഉറപ്പായും. സാർ ഇപ്പോൾ കഥ ഷെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, എനിക്കിപ്പോൾ ഓർമ്മയുള്ള സാർ എന്നെ ഒരിക്കൽ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് മൂവി ചെയ്യാൻ വന്നപ്പോൾ ഞാൻ കഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ സാറിൻ്റെ അടുത്ത് എന്തിനാ കഥ അറിയുന്നത്? അപ്പോൾ ആ കഥയെന്ന് പറഞ്ഞത് അത് എല്ലാവരോടും ഡിസ്ക്ലോസ് ചെയ്യാനുള്ളതല്ല എന്നുള്ള ഒരു ലെസൺ എനിക്ക് മനസ്സിലായത്. അത് നമുക്കറിയേണ്ട പോർഷൻ മാത്രം നമ്മൾ അറിയുക എന്നുള്ള ഒരു ഇത് എനിക്ക് മനസ്സിലായി. അത് ആ ഒരു കഥ ആ ഒരു ഇതായിട്ട് വെക്കുന്നതിൻ്റെ ആ ഒരു ഒത്തിരി ഡിസ്ക്ലോസ് ചെയ്യാതെ വെക്കുന്നതിൻ്റെ ഒരു രഹസ്യം എന്താണ് സാർ? ഞാൻ കഥ പറഞ്ഞിരുന്നല്ലോ, കഥ പറയും. പക്ഷെ അതിനകത്ത് ചില കാര്യങ്ങളുണ്ടായിരുന്നു സസ്പെൻസായിട്ട്, അത് ചിലപ്പോൾ പറയാറില്ല. അപ്പം അങ്ങനത്തെ സിനിമ ഇപ്പോൾ എൻ്റെ ഓട്ടംതുള്ളലിലാണല്ലോ അഭിനയിച്ചത്. സിനിമയുടെ അതിനകത്തൊരു സസ്പെൻസ് ഉണ്ട്. അതെനിക്ക് പുറത്ത് ആരോടും പറയാൻ പറ്റത്തില്ല. അത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, എനിക്ക് റൈറ്റർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് ഞാൻ എൻ്റെ ആ പടത്തിൽ അഭിനയിച്ച ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. അല്ലാതെ വേറൊന്നുമല്ല, ഞാൻ കഥ പറയാറുണ്ട്. ഇപ്പോൾ എൻ്റെ ആ ക്യാരക്ടർ ഞാൻ പറഞ്ഞിട്ടില്ല. ക്യാരക്ടർ പറയും, ഇത് പറയും. പിന്നെ കൂടുതൽ ഈ അറിഞ്ഞിട്ട് വന്ന് അഭിനയിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചൊക്കെ അറിഞ്ഞിട്ട് വന്ന് അഭിനയിക്കുന്നത് കറക്റ്റാണ്. അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ചിന്തിച്ചൊക്കെ അങ്ങനെയൊന്നും ആവശ്യമില്ല. നമ്മൾ വൃത്തിയായിട്ട് നമ്മുടെ കഥാപാത്രം മര്യാദയ്ക്ക് ചെയ്തിട്ട് പോവുക. അതെ. ഇപ്പോൾ സാർ ഓട്ടംതുള്ളലിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സാറിൻ്റെ അപ്കമിങ് പ്രോജക്റ്റ് ആണല്ലോ. അപ്പം വളരെ പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, അതായത് നമ്മുടെ ഹരിശ്രീ അശോകൻ സാറ്, ഷാജോൺ സാറ്, കലാഭവൻ ഷാജോൺ സാറ്, നമ്മുടെ വിജയരാഘവൻ സാറ്, പിന്നെ നമ്മുടെ വിനീത്, അപ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അപ്പോൾ എല്ലാവരും അഭിനയിച്ചിട്ട് ആ ഒരു ഓട്ടംതുള്ളൽ മൂവിക്ക് എന്താണ് സാർ പ്രേക്ഷകരോട് പറയാനുള്ളത്? സാർ കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ്, കാരണം സാറിൻ്റെ എല്ലാ മൂവീസിലും ഒരു മെസ്സേജ് ഉണ്ട്. ഓട്ടംതുള്ളൽ എന്താണ്? ആക്ച്വലി ആ സിനിമ ഞാൻ
ഞാൻ ചെയ്യേണ്ട സിനിമയല്ലായിരുന്നു, വേറൊരു ഡയറക്ടർ, ആളുടെ പേര് ഞാൻ പറയുന്നത്, പുള്ളി ചെയ്യേണ്ട സിനിമയായിരുന്നു. ഞാൻ വേറൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ റൈറ്ററായ ബിനു തൃക്കാക്കര, അപ്പോൾ പുള്ളിയെ ബിനു ശശിറാം എന്നാണ് പേര് മാറ്റിയിരിക്കുന്നത്. ബിനുവിനെ എല്ലാവർക്കും അറിയാം. ആക്ഷേപിച്ച് കഴിഞ്ഞ് പൊക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുള്ള സീനിൽ അഭിനയിച്ച് ഭയങ്കര പ്രശസ്തി, നല്ല അദ്ദേഹം അഴകൻ എന്ന് പറഞ്ഞൊരു സിനിമ എഴുതിയിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടൊരു സിനിമയാണ്. സലീം അഹമ്മദാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്, നല്ലൊരു സിനിമയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എന്നെ, അപ്പോൾ ഞാൻ ആ വേറൊരു സിനിമയുടെ ട്രാക്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ ഒരു സിനിമയുടെ സബ്ജക്റ്റ് ഒന്ന് കേൾക്കാമെന്ന് ചോദിച്ചു. വരാൻ പറഞ്ഞു. ആ സ്ക്രിപ്റ്റ് വായിച്ച് അടുത്ത നിമിഷത്തിൽ ആ സിനിമ ഞാൻ തീരുമാനിക്കുകയത്. അത്ര മനോഹരമായ തിരക്കഥയായിരുന്നു, എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്തത് ആ തിരക്കഥ. അങ്ങനെ ഒരു വലിയ നായക അങ്ങനെ ബഹളത്തിൻ്റെ അല്ല, പക്ഷെ ഒരു കൂട്ടായിട്ട് കുറേ ആൾക്കാരുടെ ഒരു കഥയായിട്ട് അത് ഫീൽ ചെയ്തു. എനിക്കത് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് ആൾക്കാരും മോഹനേട്ടൊന്നും എനിക്ക് നേരത്തെ അറിയാവുന്ന ആളും കൂടെ ചേർന്ന് പുള്ളി പ്രൊഡ്യൂസ് ചെയ്യാൻ തോന്നി. ഞങ്ങളെല്ലാം കൂടെ എൻ്റെ ചുറ്റുമുണ്ട്. അങ്ങനെയാണ് ആ സിനിമ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പം. അതൊരു നല്ല സിനിമയായിരിക്കും, അത് രസകരമായ സിനിമയായിരിക്കും. ഒരുപാട് ആൾക്കാരുണ്ട്, ഈ പറഞ്ഞ ഒരു വിജയരാഘവൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ജയരാജൻ കുട്ടേട്ടൻ, ഹരിശ്രീ അശോകൻ ചേട്ടൻ, ഷാജോണ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, ടിനീട്ടോ. എനിക്ക് തോന്നുന്നൊരു കുറച്ചധികം നാൾ കൂടി കുറേ ആൾക്കാർ ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. അങ്ങനത്തെ ഒരു കൂട്ടായ സിനിമയാണത്. ഒരുപാട് ആൾക്കാരുടെ ഒരു സഹകരണമുള്ള സിനിമയായിരുന്നു. മോശമാവില്ല ആ സിനിമ. എനിക്ക് ഭയങ്കര ആത്മവിശ്വാസമുള്ള സിനിമയാണ് അത്. ഓട്ടം തുള്ളൽ എന്നാണ്, ഓട്ടം തുള്ളൽ. നമ്മൾ ഈ കലാപരമായ ഇതിപ്പോൾ മോഹിനിയാട്ടം, ഡാൻസ്, ഭരതനാട്യം എന്നൊക്കെ പറഞ്ഞ പോലെ അത്തരം സിനിമകളും വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ ചുറ്റിയാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ അത് ആർട്ട് ഫോമാണ് ശരിക്കും. ഓട്ടൻ തുള്ളൽ എന്നാണ് ശരിക്കുമുള്ള ആർട്ട് ഫോം, ഓട്ടൻ തുള്ളൽ. എൻ്റെ ഞാനിട്ടിരിക്കുന്ന പടത്തിൻ്റെ പേര് ഓട്ടം തുള്ളൽ എന്നാണ്. അത് ഓട്ടവും തുള്ളലുമാണ്. ഈ ആർട്ട് ഫോം അല്ല, ഈ ആർട്ട് ഫോമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ അത് ഇങ്ങനെ തോന്നും. അപ്പോൾ ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിന് ശേഷം ഓട്ടം തുള്ളൽ വരുന്നു പറഞ്ഞ് ഓരോരുത്തർ പറഞ്ഞു. പക്ഷെ സംഭവം അതുപോലത്തെ ഒരു ആർട്ട് ഫോം അല്ല ഇത്. ഇത് ഓട്ടവും തുള്ളലുമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം ഒരു ഓട്ടവും തുള്ളലും ഇല്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ടൈറ്റിൽ ഇട്ടത്. അതിനകത്ത് കുറച്ച് കൗതുകമുണ്ട്. അതുകൊണ്ട് ഓട്ടം തുള്ളലിൻ്റെ കഥയല്ല ഞാൻ പറയുന്നത്, ഓട്ടം തുള്ളലുമായിട്ടുള്ളതിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് ശരിയാണ്. അതൊരു വളരെ ചെറിയ ഡിഫറൻസ് ആണെങ്കിൽ ഒരു വലിയ ഹ്യൂജ് ഡിഫറൻസ്. ആ ഡിഫറൻസ് ഇത് നമ്മൾ അനൗൺസ് ചെയ്തിട്ട് പോലും ആരും പറഞ്ഞു കേട്ടില്ല. ആൾക്ക് ആ ഡിഫറൻസ് മനസ്സിലായിട്ടില്ല. കുഴപ്പമില്ല, സിനിമ കാണുമ്പോൾ മനസ്സിലായി. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലയാണ് ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞത്. ഇത്രയും ആക്ഷേപഹാസ്യത്തോട് അവതരിപ്പിക്കുന്നൊരു കല വേറെയില്ല. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ ഒരു പേരൂടെ ഞാൻ ഇട്ടതും. ചിരിയുള്ള സിനിമയാണെന്ന് പെട്ടെന്ന് കണ്ടു ചെയ്യാൻ പറ്റിയൊരു പേരായിരുന്നു. ഇപ്പോൾ ഓട്ടംതുള്ളലിൽ അഭിനയിച്ച എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, അതിൻ്റെ അകത്തൊരു സീനുണ്ട്, അമ്മച്ചിയെ പാമ്പ് എന്ന് ഞാൻ പറയുന്നൊരു സീൻ. ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് സാർ ആദ്യം അത് എടുത്തു. ആ ഷൂട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ സാർ ഉടനെ എന്നെ പെട്ടെന്ന് പറഞ്ഞു, നേരെ സെറ്റ് മാറി, കുളിച്ചതായിട്ട് വരാൻ പറയും, മുടി കെട്ട്, മൊത്തം വാട്ടർ സ്പ്രേ ചെയ്യുന്നു, കൺമഷി എല്ലാം കളയുന്നു. എൻ്റെ മേക്കപ്പ് മൊത്തം പോയി, ഞാൻ ഡസ്പായി. പക്ഷെ എന്താ വെച്ചാൽ സാർ ആ സിറ്റുവേഷൻ പെട്ടെന്ന് തന്നെ ഇതാക്കിയിട്ട്, എന്നിട്ട് കയ്യിലൊരു ബക്കറ്റ് വരുന്നു, തുണിയായിട്ട് വരുന്നു, കുളിച്ചിറങ്ങുന്നതായിട്ട്. ആ സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് മാറ്റുന്ന ഇത് വളരെ ഒരു ചെറുതായിരിക്കും. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്തു, എന്ത് പെട്ടെന്നാണ് അത് കുറേ കൂടെ ഒറിജിനലാക്കി ആ ഒരു ഇതിലേക്ക് ആ ഒരു സന്ധ്യ സമയത്ത് പാമ്പിനെ കാണുന്ന ഒരു സീനാണ്. അപ്പോൾ ഇങ്ങനെ സാറിന് ഇങ്ങനെ സീൻസ് ഇങ്ങനെ സ്ക്രിപ്റ്റിൽ നിന്നും ചെയ്ത് കഴിയുമ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ആണെന്ന് തോന്നുന്നു, അങ്ങനെ രീതിയിൽ സാർ മാറ്റി എഴുതിയിട്ടുണ്ടോ? നമ്മൾ കണ്ണെഴുതി പൊട്ടുതൊട്ട് ലിപ്സ്റ്റിക് ഇട്ട് വന്ന് പാമ്പിനെ കാണുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അത് അതേസമയത്ത് വീട്ടിൽ അങ്ങനെ ഒരുക്കി പുറത്തോട്ടിറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതിനെക്കാട്ടിലും നല്ലത് സന്ധ്യയ്ക്ക് കുളിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ വീടിനകത്ത് തുണി വിരിച്ചിടത്തില്ല, പുറത്താണ് വിരിച്ചിരുന്നത്. അപ്പോൾ അതാണ് എൻ്റെ മനസ്സ്. എൻ്റെ ചേച്ചിയൊക്കെ വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വെളിയിൽ കൊണ്ടാണ് എല്ലാം വിരിക്കുന്നത്. അപ്പോൾ അവർ തലയിലൊരു കെട്ടൊക്കെ കാണും. അപ്പോൾ അങ്ങനെ അത് സീനിലില്ല, അവർക്ക് പിള്ളേർക്ക് അറിയത്തുമില്ലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കുറച്ചുകൂടെ അതിനൊരു സത്യസന്ധത ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് പോകുന്ന സമയത്ത് ഒരു പാമ്പിനെ കാണുമ്പോൾ ആൾക്ക് ഒരു വിശ്വസനീയത വരും. അതുകൊണ്ട് ആ സീൻ നന്നായിട്ടുണ്ട്. മേക്കപ്പ് ചെയ്തതിന് അത്രയും നന്നായില്ലായിരുന്നു. ആക്ച്വലി മേക്കപ്പ് ചെയ്യാത്തതിനേക്കാളും ഭംഗിയായിട്ടുണ്ട് അതിനകത്ത് കാണുമ്പോൾ മനസ്സിലായി. പെൺകുട്ടികൾ മേക്കപ്പ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ, കുഴപ്പമില്ല, അവരുടെ ആഗ്രഹമല്ലേ എല്ലാവരും. അതെ 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 അതെ, പ്രത്യേകിച്ച് സിനിമയിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് ജീവിതത്തിനാണെങ്കിലും അത് നല്ലതാണ് തീർച്ചയായിട്ടും. സാറ് പഠിച്ചത് എക്കണോമിക്സ് ആണ്, സിസ്റ്റംസിൻ്റെ എക്സ്ചേഞ്ച്, വാല്യൂ, മണിയുടെ ഒക്കെ ഒരു ലോകം. പക്ഷെ എന്നാൽ തിരഞ്ഞെടുത്തത് സിനിമയാണ്, കഥകളുടെയും ഒരാത്മാവിൻ്റെയും സോൾസിൻ്റെയൊക്കെ ഒരു ലോകം. പക്ഷെ എന്തെങ്കിലും സാറിന് തോന്നിയിട്ടുണ്ടോ എക്കണോമിക്സിലേക്ക് തിരിച്ചു പോകണം, അറ്റ്ലീസ്റ്റ് ഇത് ഇനീഷ്യൽ ഫേസസിൽ എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാരണം കലാകാരന്മാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സമ്മർദ്ദം ആണല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം?
എനിക്ക് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ. അതെന്താ വെച്ചാൽ അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ +2 ഒന്നും ഉള്ള കാലഘട്ടമല്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞ് PG അല്ലെങ്കിൽ B.Ed അങ്ങനെ ജോലിക്ക് കയറി. ഈ ഒരു കാഴ്ചപ്പാടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി. അപ്പോൾ അന്നത്തെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. ആർട്സ് കോളേജിനൊക്കെ ഭയങ്കര പ്രാധാന്യമായിരുന്നു. അപ്പോൾ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്കായിരുന്നു. പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എന്നെ എടുപ്പിച്ചു എഞ്ചിനീയർ ആകാൻ വേണ്ടി. അപ്പോൾ ഈ ഫസ്റ്റ് ഗ്രൂപ്പിൽ പ്രാക്ടിക്കൽ അങ്ങനെയുള്ള ഒരുപാട് ഇതുണ്ട്. എനിക്കിതൊന്നും തലയിൽ കയറത്തില്ല. എൻ്റെ മനസ്സിൽ മുഴുവൻ നാടകം. അന്ന് സിനിമയില്ല, നാടകം എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കയറി തുടങ്ങി. സിനിമ കാണും, പക്ഷെ നാടകം എന്നെ ഇങ്ങനെ. അപ്പം ഈ നാടകത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ, റിഹേഴ്സലിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ ഈ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയൊക്കെ ലാഭം എന്നൊക്കെ പറഞ്ഞ് എന്നെ ജയിലിൽ കൊണ്ടിരുന്നതിന് തുല്യമായിരുന്നു. എനിക്കൊരു രക്ഷയില്ല. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ പറയുന്നത് എഞ്ചിനീയർ. ഇതാണ് അമ്മയുടെ ആഗ്രഹം മുഴുവൻ. പിന്നീട് അമ്മ കോളേജ് ഡിഗ്രി ആയപ്പോൾ അമ്മ അത് ഡൈല്യൂട്ട് ചെയ്ത് B.Ed ആക്കി അങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടന്മാരോട് ചോദിച്ചു കോളേജിലുള്ള. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ നീ ഡിഗ്രിക്ക് എന്ത് ചെയ്യണം, നീ ഡിഗ്രിക്ക് പോകണമെങ്കിൽ നീ ഇതുപോലെ ഫിസിക്സിലോ സയൻസിലോ ഒക്കെ മെയിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം കോഞ്ഞാട്ടേ ആയിപ്പോവും. അപ്പോൾ നീ ആർട്സ് എടുക്കുകയാണെങ്കിൽ, അതായത് എക്കണോമിക്സോ അല്ലെങ്കിൽ പൊളിറ്റിക്സോ അതുപോലെ എടുക്കുകയാണെങ്കിൽ നിനക്ക് വീട്ടിൽ നിന്നാലും പഠിച്ച് നിനക്ക് ഇതിനൊക്കെ പോവുകയും ചെയ്യാം. അങ്ങനെയാണ് ഞാൻ മനഃപൂർവ്വം പ്രീ ഡിഗ്രിക്ക് ഞാൻ തോറ്റു. എനിക്ക് തോറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ആളായിരുന്നു. ഞാൻ അത്യാവശ്യം ഒന്ന് ഉഴപ്പിയിട്ടുണ്ട്. പ്രീ ഡിഗ്രിക്ക് ഞാൻ ഒന്ന് ഫെയിലായി ഒരു വർഷം. ഫെയിലായതുകൊണ്ട് എനിക്ക് രണ്ടാമത് എഴുതിയെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡിഗ്രിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് എക്കണോമിക്സ് മതി എന്ന് പറഞ്ഞു. അത് എൻ്റെ ഉദ്ദേശം ഈ നാടകം കളിക്കുക എന്നുള്ളത് അല്ല, എന്നെ വീണ്ടും കൊണ്ട് അന്നൊക്കെ പ്രഷർ ഭയങ്കരമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എക്കണോമിക്സ് എടുക്കുന്നത് അതെനിക്ക് സുഖമായിരുന്നു. ഞാൻ ഒറ്റ ക്ലാസ്സിൽ കയറിയിട്ടില്ല, വല്ലപ്പോഴൊക്കെ കയറാറുള്ളൂ. നമുക്ക് വായിക്കാം, നമുക്ക് മനസ്സിലാവും, നമുക്കിത് പഠിച്ച് വായിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, നമുക്ക് എഴുതാനൊക്കെ എളുപ്പമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്തു കഴിയുമ്പോൾ. അതിനുവേണ്ടിയാണ് ഞാൻ എടുത്തത്. അല്ല എനിക്ക് അതുകൊണ്ട് വലിയ സാമ്പത്തിക വിദഗ്ധനാകാനുള്ള ഉദ്ദേശം കൊണ്ട് ഒന്നുമല്ല, നാടകം കളിക്കാൻ വേണ്ടി എടുത്ത വിഷയമാണത്. അപ്പോൾ സാറുമാരൊക്കെ എന്നെ സഹായിച്ച് തരുമായിരുന്നു. എല്ലാ സാറുമാർക്കും എന്നെ കാര്യമായിരുന്നു. ഇങ്ങനെ നാടകത്തിനൊക്കെ പോകേണ്ടതുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ട് സമയമാകുമ്പോൾ പഠിക്കാനുള്ളതൊക്കെ തരും. അങ്ങനെയൊക്കെ എല്ലാ ഇതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്താ എക്കണോമിക്സ് അറിയത്തില്ല. ഡിഗ്രി ഉണ്ട് എക്കണോമിക്സ് എന്നുള്ളത്, പക്ഷേ എനിക്ക് സത്യം പറയാൻ എൻ്റെ ഇതുപോലും അറിയത്തില്ല അത് എന്താണെന്നുള്ളത്. അതൊക്കെ മറന്ന് എൻ്റെ മനസ്സിൽ സിനിമ മാത്രമേ ഉള്ളൂ. പിന്നീട് ഞാൻ സിനിമയിലോട്ടൊക്കെ പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് എക്കണോമിക്സും ഞാനുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാനും പോലുള്ള ബന്ധമൊന്നും പറയുക, അതൊരു പരസ്പര വിരുദ്ധമായ രണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇവിടെ അസ്ഥാനമാണ്. ഒരു നിമിഷം പോലും സാർ ആലോചിച്ചിട്ടില്ല അല്ലേ? സാറ് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള മൂവീസ് ലൈക്ക് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ്, 2 ഹരിഹർ നഗർ, കിങ് ആൻഡ് ദി കമ്മീഷണർ, ചോട്ടാ മുംബൈ, ഇതിൻ്റെയൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. എനിക്കൊന്നൊരു 18 വർഷത്തോളം അല്ലേ സാർ? അപ്പോൾ അവിടെ നിന്ന് പഠിച്ച എന്തെങ്കിലും ഒരു പാഠം, അതായത് ഒരു ഇപ്പോഴത്തെ ഫിലിം സ്കൂൾസിലോ അല്ലെങ്കിൽ ഒരു മലയാളം സെറ്റിൻ്റെ ഫ്ലോറിൽ നിന്നും പഠിച്ച ഒരു പാഠം, എന്നാൽ ഫിലിം സ്കൂൾസിൽ പഠിപ്പിക്കാത്ത ഒരു പാഠം എന്ന് പറഞ്ഞാൽ സാറിന് എന്തെങ്കിലും പറയാം? അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഫിലിമിലായിരുന്നു ഷൂട്ട്. ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഫിലിമിന് ഓരോ അടിക്കും ഭയങ്കര വിലയാണ്. ഇന്നിപ്പോൾ ഡിജിറ്റൽ വന്നപ്പം എത്ര വേണേൽ ടേക്ക് എടുക്കാം, അന്നത് പറ്റില്ല. അന്ന് ഓരോ ടേക്കും വളരെ റിഹേഴ്സൽ എടുത്തിട്ട് ഇന്ന് റിഹേഴ്സൽ പോലും ടേക്കായിട്ട് പോവുകയാണ്, പ്രശ്നമില്ല. പക്ഷെ അന്നത്തെ കാലഘട്ടമല്ല. ഓരോ അടി ഫിലിമിനും ഭയങ്കര വിലയാണ്. ഇത്ര അടി ഫിലിമിലെ പടം തീർക്കാവുന്നുള്ള കാര്യത്തിലാണ് പല പടങ്ങളും നടക്കുന്നത്. അപ്പം നമുക്ക് വ്യക്തമായിട്ട് ആ സിനിമയുടെ ഷോട്ട് മാർക്ക് ചെയ്ത് നമുക്ക് ആ സീക്വൻസൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ കാര്യങ്ങൾ. ആ സമയത്ത് സിനിമ വന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ അതൊരു അസോസിയേറ്റ് ആയതിനു ശേഷം നമുക്കൊരു പടം കിട്ടത്തുള്ളൂ. ഇന്നത്തെ കാലത്ത് ഒരു ഫസ്റ്റ് അസിസ്റ്റൻ്റ് എടുക്കാനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊരു പടം അങ്ങനത്തെ അവസ്ഥയിൽ ഒരു പ്രൊഡ്യൂസർ ഒരു പടം തരില്ലായിരുന്നു. ആരുടെ അസോസിയേറ്റ്, എങ്ങനെ അസോസിയേറ്റ് നമുക്ക് നോക്കിയിട്ടാണ് അന്നത്തെ കാലത്ത് പടങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല അസോസിയേറ്റ് ആകുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അത് കഴിഞ്ഞാണ് ഞാൻ ഡയറക്ടർ ആണുള്ള തീരുമാനം എടുക്കുന്നത്. ഏറ്റവും നല്ല അസോസിയേറ്റാണ് അന്ന് ഏറ്റവും നല്ല പടം കിട്ടുന്നത്. ഇന്നാ രീതി മാറി. അന്നങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറേ കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒരുപാട് സംവിധായകരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഒത്തിരി പ്രഗത്ഭരായ സംവിധായകർ നമ്മളെ വിളിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ചാൻസ് ചോദിച്ച് പോകാൻ ആഗ്രഹിച്ച ആൾക്കാരുടെ കൂടെയൊക്കെ എനിക്ക് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെ ജീവിതത്തിൽ അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് കിട്ടത്തില്ല. അത് ഒരു മരത്തിൻ്റെ വേര് ഇറങ്ങിപ്പോകുന്നില്ല. ആ വേര് എത്രയും ഉള്ളിലോട്ട് കയറി പിടിക്കുന്നതോ അതിന് ശക്തി കൂടുതൽ. ഇപ്പം ഒരു ബിൽഡിങ്ങിൻ്റെ അടിത്തറ സ്ട്രോങ് ആകുമെന്ന് പറഞ്ഞ പോലെ നമ്മളങ്ങനെ വീഴില്ല. എത്ര എന്നാലും ഇപ്പോഴും കണ്ടില്ല. ഇപ്പോൾ പുതിയ തലമുറ വരുമ്പോൾ ഞാൻ വീഴാൻ നിൽക്കുന്നുണ്ട്. എൻ്റെ ബിൽഡിങ് ഇടിഞ്ഞു പോയിട്ടില്ല. ഞാനവിടെ നിൽപ്പുണ്ട്. അത് ഞാൻ മരണം വരെ നിൽക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. അത് എത്ര വലിയ ഹിറ്റുകൾ ഓരോരുത്തരൊന്നും ഉണ്ടാക്കിക്കൊണ്ട് പോയാലും എനിക്കൊരു കോട്ടം തട്ടത് ആ മൂലയ്ക്ക് ഞാൻ നിൽക്കും.
ആ ധൈര്യം കിട്ടിയത് എനിക്ക് അതുകൊണ്ടാണ്. അത് ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അവരിപ്പോൾ വന്ന് പെട്ടെന്ന് ഡയറക്ടറായിട്ട് വരുന്ന ആൾക്കാർ തന്നെ ഉണ്ട്. അവർ മിടുക്കന്മാരാണ്, അവരാരും മോശക്കാരല്ല. പക്ഷേ അവർ ഫിലിമിലായിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് വന്നേനെ. ഇപ്പോൾ ഡിജിറ്റലായതുകൊണ്ട് അവർക്ക് അത്തരം കാര്യങ്ങളൊക്കെ എളുപ്പമുണ്ട്. മറ്റേ ഒരുപാട് വിഷ്വൽ എഫക്ട്സുകളൊക്കെ കൂടി കറക്റ്റായിട്ട് കിട്ടി തുടങ്ങി. അപ്പോൾ അന്നത്തെ കാലഘട്ടം എന്നൊക്കെ ഒരു ചെറിയൊരു സ്ലോ മോഷൻ അല്ലാതെ ഒരു ഷോട്ട് പോലും പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതിനൊക്കെ എക്സ്ട്രാ എമൗണ്ട് കാര്യങ്ങൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടെയാണ് ഞാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചിരിക്കണമായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പിള്ളേർ പെട്ടെന്ന് തന്നെ സിനിമ ചെയ്തൊക്കെ പോകുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ അത് നല്ലതാണ്. ഞാൻ പഠിച്ചത് അല്ലാത്തൊരു പ്രാക്ടിക്കലായിട്ട്, തിയറി അല്ല, ഞാൻ പ്രാക്ടിക്കലായിട്ട് പഠിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം അവരും ഞാനുമായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു അഹങ്കാരം അക്കാര്യത്തിലുണ്ട്. അതിനെ പിന്നെ അഹങ്കാരം എന്ന് പറയാം. എനിക്കൊന്ന് സാറിന് എല്ലാ ടെക്നിക്കാലിറ്റീസും അറിയാം അല്ലേ? നമ്മളങ്ങനെ വന്ന ആൾക്കാരല്ലേ, പഴയതിൻ്റെ കൂടെ പുതിയതിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസവും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ്. എല്ലാം തികഞ്ഞവനെന്നല്ല, മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാം തികഞ്ഞവരാരുമില്ല. സാർ ഇപ്പോൾ ഒരു പുതിയ ജനറേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, എന്താണ് സാർ ഒരു പഴയ ജനറേഷനിലെ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ അല്ലാത്ത സെറ്റിലുള്ള ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യുന്നതിൽ നിന്നും ഈ ഒരു പുതിയ ജനറേഷനിൽ ഒരു വ്യത്യാസം സാറിന് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ അതെന്താണ്? പുതിയ ജനറേഷനിലെ വ്യത്യാസങ്ങളൊന്നുമില്ല, അവർ നല്ല മിടുക്കന്മാരുടെ പടമൊക്കെ. പക്ഷേ പ്ലാനിങ്ങിൻ്റെ ഒരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 50-60 ദിവസം കൊണ്ട് മലയാള സിനിമ തീർക്കാം, ഉറപ്പായിട്ട് തീർക്കണം. എങ്കിലും ഒരു നല്ല സിനിമ നല്ല രീതിയിൽ പ്രൊഡ്യൂസർക്ക് ലാഭമായിട്ട് വരത്തുള്ളൂ. അത് ചിലപ്പോൾ 100-150 ദിവസത്തിലോട്ട് പോകുന്നത് ഈ പ്ലാനിങ് ഇല്ലായ്മയുടെ കുഴപ്പമാണ്. അതാണ് അവർ പുതിയ തലമുറ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഷൂട്ട് തുടങ്ങുന്നത് തന്നെ 12 മണിക്കായിരിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും. അത്തരം കാര്യങ്ങളൊരു ശ്രദ്ധ നല്ലതായിരിക്കും. പക്ഷേ മിടുക്കന്മാരാണ്, അവർ സിനിമ ഉണ്ടാക്കുന്ന രീതിയിൽ അവരിപ്പോൾ അതൊന്നും നല്ല ശ്രദ്ധിക്കുന്നത്, ഔട്ടാണ് നോക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സിനിമ എപ്പോൾ തുടങ്ങുന്നു, എപ്പോൾ തീരുന്നു, എത്ര ദിവസം എടുത്തു എന്നുള്ളതിൻ്റെ അല്ല, അതിൻ്റെ ഔട്ട് കറക്റ്റായിട്ട് വരിക എന്നുള്ളതാണ്. ഞാൻ അതല്ല നോക്കുന്നത്, ഞാൻ അത് രണ്ടും നോക്കും. കാരണം പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ നമുക്ക് സിനിമ വേണം. അപ്പോൾ ഞാൻ അങ്ങനെയും കൂടെ നോക്കും. ദിവസങ്ങൾ കുറയ്ക്കാൻ നോക്കുക, അതിൻ്റെ എക്സ്പെൻസ് എവിടെ കുറയ്ക്കാൻ പറ്റും, ഏതൊക്കെ രീതി, അതിൻ്റെ കൂട്ടത്തിൽ ഔട്ട് കൊണ്ട് നോക്കും. അവരതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഔട്ട്. അപ്പോൾ ആ വ്യത്യാസം ഈ പഴയതും പുതിയതും തമ്മിലുണ്ട്. ഞാൻ ആ ക്ലാസ്സിൽ നിന്ന് വന്നുകൊണ്ട് എനിക്കത് നോക്കാൻ പറ്റുന്നുണ്ട്. ഇവർക്കത് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ച് അത് ചിന്തിക്കുന്നവരും കാണുമായിരിക്കും. ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ അവരെ വിമർശിക്കുന്നതല്ല, അവരൊക്കെ മിടുക്കന്മാരാണ്. ഒരു സിനിമ പോലും ചെയ്യാതെ വന്ന് സിനിമയിൽ വന്നൊന്നും വലിയ ഹിറ്റുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് മിടുക്കന്മാരുണ്ട്. ഒത്തിരി മിടുക്കന്മാർ ഇപ്പോൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല. നല്ല നല്ല സിനിമ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഒരു പ്ലാനിങ്ങും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് പലരും നമ്മുടെ പ്രൊഡ്യൂസർമാർ നമ്മുടെ ഷെയർ ചെയ്യാറുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു അതായത് നിങ്ങൾ ഓർത്ത പഴയ വലിയ സിനിമകൾ, വലിയ സൂപ്പർ ഹിറ്റ് സിനിമകളൊക്കെ 25-20 ദിവസം കൊണ്ട് തീർന്നേക്കുന്നത്. മാക്സിമം 30. നമ്മൾ ഈ വലിയ ടെക്നിക്കൽ വെച്ചിട്ട് കണ്ടിരിക്കുന്ന സിനിമകളൊക്കെ 30 ദിവസം ഉണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 32 സിനിമ വരെ മമ്മൂട്ടി സാറും മോഹൻലാൽ സാറും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ സ്ഥാനത്ത് ഇപ്പം സിനിമകളുടെ എണ്ണം കുറച്ച് ദിവസങ്ങൾ കൂടുന്നു. പക്ഷേ ദിവസങ്ങൾ കൂടിയാലും മലയാള സിനിമയാണ്. മലയാള സിനിമയ്ക്ക് മാക്സിമം ഒരു 60-70 ദിവസത്തിനപ്പുറത്തോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക്. അതാണ് പ്രൊഡ്യൂസർക്ക്. കാരണം ഇതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടിയിട്ട് നമുക്ക് ലാഭം കിട്ടിയിട്ട് കാര്യമില്ല. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞെങ്കിൽ മാത്രമേ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അവർക്ക് അതിൻ്റെ ആനുപാതികമായിട്ട് ലാഭം അവർക്ക് വരത്തുള്ളൂ. അല്ലാതെ മറ്റ് ആർട്ടിസ്റ്റുകൾക്കും ഡയറക്ടർക്കും പേര് കിട്ടുമെന്നുള്ളതല്ലാതെ പാവം പിടിച്ച പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന പൈസ തുച്ഛമാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ ബഡ്ജറ്റ് കൺട്രോൾഡായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നടക്കൂ എന്നുള്ളതാണ് എൻ്റെ തിയറി. അതാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നത്. അതിൻ്റെ പേരിൽ എനിക്ക് പലരും പണം തരാതിരിക്കുന്നൊക്കെ ഉണ്ട്. അതെനിക്ക് പ്രശ്നമല്ല. കാരണം ചുവരുണ്ടെങ്കിലേ നമുക്ക് ചിത്രം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് എന്നല്ല, എൻ്റെ ഏത് സിനിമ എടുത്തെന്ന് പറഞ്ഞാൽ ഈ സിനിമ എന്നല്ല ഏത് മേഖല എടുത്താലും ഫൈനാൻസ് ചെയ്യുന്ന ആൾക്കാരെ, ഫണ്ട് ചെയ്യുന്ന ആൾക്ക് തിരിച്ച് നമ്മളൊരു റവന്യൂ കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് കൺട്രോൾ, ലിമിറ്റ്, അതിൻ്റെ പ്ലാനിങ്, ഇതൊക്കെ മസ്റ്റായിട്ട് വേണം. അത് ഏതെടുക്കുമ്പോഴുണ്ടല്ലോ, അത് ചിലപ്പോൾ കുറഞ്ഞു പോയതായിട്ട് തോന്നാറുണ്ട് എനിക്ക്. 2013 ഒരു 18 വർഷത്തെ സാറിൻ്റെ വലിയൊരു എക്സ്പീരിയൻസ്, ഒരു അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് സാർ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായി, അതും മമ്മൂക്കയെ വെച്ചിട്ടുള്ളൊരു മൂവി ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ്. ആ ഒരു ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യാനിരുന്നപ്പോൾ സാറിന് ആ ഒരു ഓർമ്മയുണ്ടോ? ഇന്ന് ഒത്തിരി വർഷങ്ങൾക്ക് മുന്നെയാണ്. ഇപ്പോൾ സാർ ഭയങ്കര ഒത്തിരി നല്ല മൂവീസ് ചെയ്തു. പക്ഷെ എന്നാലും ആ തുടക്കം, അന്നത്തെ ദിവസം ആ ഫസ്റ്റ് ഡേ എന്തായിരുന്നു സാറിന് തോന്നിയത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന മോഹൻലാൽ സാറിൻ്റെ മമ്മൂട്ടി സാറിനെ തന്നെയായിരുന്നു. പഠിച്ചിരുന്ന കാലങ്ങളിൽ ഇവരുടെ അന്ന് രണ്ട് തട്ടിൽ ആൾക്കാർ നിൽക്കുമ്പോൾ എനിക്ക് രണ്ടുപേരെ ഇഷ്ടമായിരുന്നു. ഞാൻ രണ്ടുപേരുടെ സിനിമ കാണാൻ പോകുമായിരുന്നു. ഞാൻ രണ്ടുപേരെ ഒരേപോലെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾ തന്നെയായിരുന്നു.
അങ്ങനെ പക്ഷേ ഒരുപാട് ആ സമയത്ത് ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുത്തുകൊണ്ടിരുന്നത് മമ്മൂട്ടി സാറായിരുന്നു ഒരുപാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിതത്തിൽ മമ്മൂട്ടി സാറിനെ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര, എൻ്റെ ആദ്യത്തെ സിനിമ അദ്ദേഹത്തെ വെച്ചായിരിക്കണമെന്ന് എനിക്കൊരു തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനത്തിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോയത്. ആ മുന്നോട്ട് പോയി അദ്ദേഹത്തെ വെച്ച് തന്നെ എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്തു. അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ ട്രാവൽ നടത്തിയത്. അപ്പോൾ മമ്മൂട്ടി സാറിൻ്റെ സിനിമയെ അടുത്ത ലാൽ സാറിനെ വെച്ച് ഇങ്ങനെയൊക്കെയുള്ള പ്ലാനിങ്ങിൽ കൂടെയാണ് ഞാൻ സിനിമ വന്നത്. പക്ഷേ ലാൽ സാറിൻ്റെ ഒരുപാട് സിനിമകൾ എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ചോട്ടാ മുംബൈ പോലുള്ള ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ബന്ധം രണ്ടുപേരുമായിട്ട് എനിക്കുണ്ട്. രണ്ടുപേരും ഇന്ന് മലയാളത്തിൻ്റെ നല്ല ഇന്ത്യയുടെ തന്നെ രണ്ട് ശക്തരായ രണ്ട് വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വെച്ച് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹത്തെ വെച്ച് ഞാൻ തുടങ്ങി. അത് എൻ്റെ നാട്ടിലെ തിയേറ്ററിൽ അദ്ദേഹത്തിൻ്റെ അമരം പോലുള്ള സിനിമകളൊക്കെ ഞാൻ കണ്ട് കൈയടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ സിനിമയെ ഇദ്ദേഹത്തെ വെച്ച് ഇവിടെ തന്നെ സാറിനെ വെച്ച് തന്നെ കാണണമെന്നുള്ളത്. അത് ഞാൻ എൻ്റെ നാട്ടിലെ തിയേറ്ററിൽ തന്നെ ഞാൻ കണ്ടു. അതൊക്കെ ഒരു വലിയ അച്ചീവ്മെൻ്റ് അല്ലേ അതൊക്കെ. അതെൻ്റെ തീരുമാനമായി. അതെൻ്റെ തീരുമാനം തന്നെ ആയിരുന്നു. അത് ശക്തമായ തീരുമാനമായിരുന്നു. അത് ഇടയ്ക്ക് അതിൻ്റെ അകത്തൊരു വേറെ സംഭവിച്ചാൽ എനിക്കൊരു ഈ മമ്മൂട്ടി സാറിനെ വെച്ചുള്ള ആദ്യത്തെ പടം പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ അത് കുറച്ച് നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരാൾ വേറൊരു താരത്തിന് വേറൊരു നടൻ, താരമല്ലെങ്കിലും അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു നടൻ, ആളുടെ പേര് ഞാൻ പറയുന്നു, അദ്ദേഹത്തെ വെച്ചൊരു സിനിമ എല്ലാ പ്രോജക്റ്റും റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പം മാർത്താണ്ഡനെ, അപ്പം ഞാൻ നല്ല പേരുള്ള അസോസിയേറ്റാണ്. അപ്പോൾ ഞാൻ മമ്മൂട്ടി സാറിൻ്റെ പടം എൻ്റെ ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു കൺട്രോളർ എന്നെ വിളിക്കുകയാണ്, എടാ നീ ഒന്ന് പെട്ടെന്ന് വരാമെങ്കിൽ ഇങ്ങനൊരു പടം എല്ലാം ഓണാണ്, അപ്പോൾ ആ ഡയറക്ടറെ പെട്ടെന്ന് മാറ്റേണ്ടത്, അപ്പോൾ നിൻ്റെ പേര് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്, ഈ നടനും സന്തോഷമാണ്, അങ്ങനെയാണ് നീ അത് ചെയ്യാവോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് നിനക്ക് പെട്ടെന്നൊരു പടം, അതിപ്പോൾ ഡിലേ ആണ്, ഇത് പെട്ടെന്ന് ഇത് വെച്ചങ്ങ് തുടങ്ങിക്കോ, നമുക്ക് കളയണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടായി എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് ഡിലേ ആണെങ്കിൽ നമുക്ക് തോന്നുമല്ലോ ഒരു. അങ്ങനെ ഞാൻ അന്നൊരു ഓട്ടോറിക്ഷ എടുത്തിട്ട് നേരെ ഈ പുള്ളി എറണാകുളത്തൊരു MG റോഡിലൊരു ഹോട്ടലിലാണ് ഇവർ താമസിക്കുന്നത്, അങ്ങോട്ട് പോയി ഞാൻ കത്രിക്കടവ് പാലം കയറിയപ്പോൾ ഓട്ടോ പഞ്ചറായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അശുഭമാണ്, ഇത് പോകണ്ട, നിൻ്റെ വഴി തടസ്സപ്പെടുത്തിയതാണ്, ദൈവം എൻ്റെ വഴി തടസ്സപ്പെടുത്തിയതാണ്. ആക്ച്വലി ഞാൻ പോയില്ല. പോയിരുന്നെങ്കിൽ ഞാൻ ആ പടം ചെയ്തേനെ. ആ പടം ഇറങ്ങിയപ്പോൾ വലിയ പരാജയമായിരുന്നു. എനിക്ക് തോന്നി, ഞാൻ എപ്പോഴും ആലോചിക്കും ദൈവമേ അതിനകത്ത് പോയി തല വെച്ചില്ലല്ലോ എന്ന് ഞാൻ. അപ്പോൾ എൻ്റെ ആഗ്രഹത്തിൽ നിന്ന് ഞാനൊന്ന് വ്യതിചലിച്ചു. അപ്പോൾ എനിക്ക് എപ്പോഴും പറയാനുള്ള, നമ്മളൊരു ഫോക്കസിൽ നിന്നാൽ തല പോലെ ആ ഫോക്കസിൽ നിന്ന് മാറാൻ പാടില്ല. നമ്മൾ ചാഞ്ചലപ്പെട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പരാജയം ഉണ്ടാകും. പക്ഷേ ആ ഓട്ടോറിക്ഷ ഞാൻ ദൈവത്തിനോട് നന്ദി അറിയാം. എന്തുകൊണ്ടാവട്ടെ, അയാളും പറഞ്ഞ് ഇവിടെ പഞ്ചറാകാൻ ചാൻസ് ഇല്ലെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു. നന്ദനത്തിലെ കൃഷ്ണനായിട്ടാണ് ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടത്. ശരിക്കും പറഞ്ഞു ഞാനേ കണ്ടുള്ളൂ, അതാണ് സത്യം. ഇത് നടന്ന സംഭവം. പടം ഞാൻ പിന്നെ പറയാം. ബിഹൈൻഡ് ദ സീനിൽ ദൈവവിശ്വാസിയാണോ സർ? ഭയങ്കര വിശ്വാസിയാണ്. ദൈവവിശ്വാസിയിലേക്ക് നടക്കുമോ? ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ മമ്മൂട്ടി സാറിനെ വെച്ച് സിനിമയാണെന്ന് ആഗ്രഹിച്ചു, അസിസ്റ്റൻ്റ് ഡയറക്ടറാണെന്ന് അയച്ചു, അസോസിയേറ്റായി, ഇതൊക്കെ ദൈവമല്ലേ എനിക്ക് തന്നെ. എൻ്റെ കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾ അതിനു വേണ്ടി പാടുമ്പോൾ ഒരു ശക്തിയാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ദൈവവിശ്വാസം, ദൈവം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ മുന്നിൽ അതിങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന സംഭവമല്ല. നമ്മൾ സത്യസന്ധമായിട്ട് പ്രയത്നിക്കുമ്പോൾ നമ്മളവിടെ എത്താനായിട്ടൊരു ശക്തിയെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ഈശ്വരൻ. ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് മാത്രം ജീവിക്കുന്ന ഒരാളാണ്. സർ, 2016 പാവാട സൂപ്പർ ഹിറ്റായി. എന്നാൽ പാവാടയുടെ കഥ എന്ന് പറഞ്ഞാൽ 2 ആൽക്കഹോളിക്സിൻ്റെ കഥ, റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മലയാളികൾ ഇത് ആക്സെപ്റ്റ് ചെയ്യും ഈ സ്റ്റോറി എന്ന് എങ്ങനെ സാർ കൺവിൻസ്ഡായി? കാരണം ഭയങ്കര ഹ്യൂമൻ ആയിട്ടുള്ള എന്നാൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയും കൂടി ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന ഒരു ഇതാണല്ലോ, വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരിത്. അതെങ്ങനെയാണ്? അത് ബിപിൻ ചന്ദ്രൻ, ബിപിൻ ചന്ദ്രൻ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ബിപിൻ ചന്ദ്രനാണ് 83 പോലുള്ള ബെസ്റ്റ് ആക്ടർ പോലുള്ള സിനിമകളൊക്കെ എഴുതിയ ആളായിരുന്നു. അപ്പോൾ ഈ ബെസ്റ്റ് ആക്ടറൊക്കെ അസോസിയേറ്റ് ഞാനായിരുന്നു. അപ്പോൾ ബിബിനുമായിട്ട് പണ്ട് തൊട്ട് എനിക്കറിയാം. ബിബിൻ ചങ്ങനാശ്ശേരി SPയിലാണ് പഠിച്ചത്, ഞാൻ NSSലായിരുന്നു. അപ്പോൾ ബിബിനും ഞങ്ങൾ 2 വിരുദ്ധ രാഷ്ട്രീയ ചേരികളിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും അന്ന് അടിയും ബഹളമൊക്കെ ഉണ്ട്. പക്ഷേ പിന്നീട് സിനിമ വന്നപ്പോൾ നല്ല സൗഹൃദമായി. അപ്പോൾ ബിബിനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു നല്ല ഇങ്ങനെ ഒരു സിനിമ വേണം, രാജുവിൻ്റെ ഡേറ്റ് ഉണ്ട്, പൃഥ്വിരാജിൻ്റെ, മണിയമ്പള ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യാനും തയ്യാറാണ്. അങ്ങനെ ബിബിൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കഥയാണിത്. ആദ്യം ഈ കഥ എനിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പിന്നെ വന്നിട്ട് രണ്ടാമത് പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ റൂട്ട് പിടിയിട്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം ഞാൻ സിനിമ തുടങ്ങുന്ന കാലത്ത് മദ്രാസിലായിരുന്നു എൻ്റെ ജീവിതമൊക്കെ. കാരണം അന്ന് മദ്രാസിലുണ്ടെങ്കിൽ അന്ന് മദ്രാസിലാണ് സിനിമ മൊത്തം. അവിടെയുണ്ട് ഈ പരിപാടി, ഈ ഡ്യൂപ്പ് എന്ന് പറഞ്ഞ പരിപാടി. അതായത് നമ്മൾ ബോഡി ഇത് വെച്ചിട്ട് പിന്നെ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ വേറെ രീതിയിലായിരിക്കും അതിനെ കാണുന്നത്. അങ്ങനെ ഒത്തിരി സിനിമകളുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ
ഭാവി അവിടെ പോയിട്ടുണ്ട്. പണ്ട് ഏതോ ഒരാൾ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോയി പുള്ളിയുടെ ബുള്ളറ്റ് ഉപയോഗിച്ചപ്പോൾ ആ പടത്തിൽ പുള്ളി അഭിനയിക്കാൻ പോയി പുള്ളിയോട് ഒന്ന് ചുമ്മാ നടക്കാമെന്ന് ചോദിച്ചു. പക്ഷേ പടം ഇറങ്ങിയപ്പോൾ പുള്ളി വേറൊരു സെക്സ് സീനിലാണ് പുള്ളി അഭിനയം. അങ്ങനെ പുള്ളിയുടെ ലൈഫ് പുള്ളിയുടെ സൂയിസൈഡ് ചെയ്യേണ്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ മദ്രാസിലുണ്ടായിട്ടുണ്ട്. ഇന്നത് വളരെ കുറവാണ്. അന്നൊക്കെ ഉണ്ടായിരുന്നത് ആളറിയാതെ നമ്മൾ ഡീപ്പായിട്ട് വെച്ച് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടി ഒരു കാലത്തുണ്ടായിരുന്നു. ഒരു കാലത്ത് മോശം ഈ അഡൽട്ട് സിനിമകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രിക്കായിരുന്നു അത്. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാരണം ഞാൻ ചെന്നൈയിലുണ്ടായിരുന്നതുകൊണ്ട് അത്തരം സിനിമകളുമായിട്ടൊക്കെ നമ്മൾ കണ്ട് പഠിച്ചിട്ടുണ്ട്. അതെനിക്ക് അത്തരം ലൈഫ് പോയ ഒരുപാട് പേരെ എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ബിപിൻ ചന്ദ്രൻ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് കയറിയതും അത് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയതും അത് ചെയ്ത് ഇന്നത്തെ കാലത്ത് വർക്കൗട്ട് ആവുന്ന എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനത്തെ ഒരു സിനിമ, പക്ഷേ എന്നെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സിനിമ പ്രേക്ഷകരിലേക്ക് ഭയങ്കരമായിട്ടത് ഉൾക്കൊള്ളാം. അപ്പോൾ ആ ഇമോഷൻ, അതിനകത്തെ ആ ഇമോഷൻ, ഒരു സ്ത്രീ ചതിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ആ ഇമോഷൻ അതിനകത്ത് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. ആ സിനിമ വലിയ ഹിറ്റിലോട്ട് പോയി. എൻ്റെ ഒരു പ്രധാന കാരണം അതായിരുന്നു. എനിക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഒരു സംഭവങ്ങളായിരുന്നു. അതൊക്കെ ഞാൻ നേരിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവിടെ പലരുടെ ലൈഫ് വലിയ സ്വപ്നങ്ങളുമായിട്ട് വന്നിട്ട് ഒന്നും ആകാൻ പറ്റാതെ പോയി ഒരുപാട് ആളുകളുടെ ലൈഫ് എൻ്റെ മുന്നിൽ കൂടി തകർന്നു പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ റിലേറ്റ് ചെയ്യാൻ പറ്റിയത് അതാണ് ആ സിനിമയിൽ. അതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു കഥയായിട്ട് പലർക്കും തോന്നാൻ കാരണം, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് തോന്നാൻ കാരണം നമ്മൾ അവതരിപ്പിച്ച രീതി അറിയാവുന്നതുകൊണ്ടാണ് അത് അത്ര മനോഹരമായിട്ട് ചെയ്യാനും പറ്റിയത്. അതാണ് ആ സിനിമയുടെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ആ സിനിമ കാണുമ്പോൾ പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. ഇപ്പോൾ സാറ് പറഞ്ഞു സാറ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ സാറിന് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതിന് ഓക്കെ പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സാറിന് അത് ചിലപ്പോൾ വിഷ്വലൈസ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ മനസ്സിൽ കാണുമായിരിക്കും. അങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ സാറിൻ്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് സാർ ഒരു സ്ക്രിപ്റ്റിന് ഓക്കെ പറയുന്നത്? അതെനിക്ക് തോന്നുന്നു ഒരു കല്യാണം നടക്കുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരാളൊരു പെണ്ണ് കാണാൻ പോകുന്നു, ആ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടുന്ന നിമിഷമാണല്ലോ ഒരു കല്യാണം കഴിക്കുന്നത്. അത് ദുരന്തമാകാം, നല്ലതാകാം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തന്നെ ഇതിനകത്തും. ഇത് നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ്. ആ ഡിസിഷൻ ഏത് മൊമെൻറ്റിൽ എടുക്കുന്നതെന്നുള്ള, ചിലപ്പോൾ ആ ഫുൾ സ്ക്രിപ്റ്റ് വായിക്കുന്നതിനകത്തുനിന്ന് ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു കഥ കേൾക്കുന്നതിനകത്ത് ഏതെങ്കിലും ഒരു ഏരിയ ആയിരിക്കും നമ്മളെ സ്പർശിക്കുന്നത്. അവിടെ വെച്ചായിരിക്കും നമ്മൾ ആ തീരുമാനം എടുക്കുന്നത്, ഇത് കൊള്ളാം. അങ്ങനെ നമ്മൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ സിനിമ നടക്കുന്നവരെയുള്ള നമ്മുടെ ഒരു പ്രോസസ്സുണ്ട്. അതിൻ്റെ കൂടാണ് ഇറങ്ങുന്നവർ. പക്ഷേ ഇത് പാളിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്. അത് നമ്മൾ റൈറ്ററെ കുറ്റം പറഞ്ഞിട്ടോ അതിനകത്ത് നടനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യം, കാരണം ഇത് ഡിസൈഡ് ചെയ്യുന്നത് ഞാനാണല്ലോ. പ്രൊഡ്യൂസർ ആരെയും കൂടെ ഒരു പടം പരാജയപ്പെട്ട അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി അതിൻ്റെ സംവിധായകൻ തന്നെയാണ്. പക്ഷേ വിജയിച്ചാൽ നമുക്കത് കിട്ടാറുമില്ല. പക്ഷെ ഞാൻ രണ്ടിൻ്റെയും ക്രെഡിറ്റ് എടുക്കാറുണ്ട്. വിജയിച്ചതിൻ്റെ ക്രെഡിറ്റ് തരട്ടെ എന്നുള്ള രീതിയിലുള്ളൂ. പക്ഷെ പരാജയപ്പെടുന്നതിൻ്റെ ക്രെഡിറ്റ് ഞാൻ എടുക്കാറുണ്ട്. കാരണം നമ്മളെടുക്കുന്ന തീരുമാനമല്ലേ ഇത്. അപ്പോൾ പരാജയം സംഭവിക്കുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളാൻ പഠിക്കണം. അതുകൊണ്ട് ആ തീരുമാനം ശരിയാകാം, തെറ്റാകാം, അത് പ്രേക്ഷകർ തീരുമാനിക്കും അതെങ്ങനെയാണെന്നുള്ളത്. അത് എങ്ങനെ തീരുമാനിക്കും എന്നുള്ളത് നമ്മുടെ ഒരു ഇൻറ്റ്യൂഷനാണ്. അതായത് എനിക്കൊരു ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞു തരാൻ അറിയില്ലത്. ഏതെങ്കിലും ഒരു ഏരിയ ആയിരിക്കും നമുക്കത് കൊള്ളാമെന്ന് തോന്നുന്നത്, അപ്പോഴാണ് ചെയ്യുന്നത്. എന്നാലും സാറ് പറഞ്ഞ അനാലജി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു കാണാൻ പോയിട്ടില്ല, പക്ഷേ ഇങ്ങനെ കാണാൻ പോയ ആളുകളുടെ ചരിത്രം നിന്നെ കണ്ട അന്ന് തൊട്ടെന്നൊക്കെ പറഞ്ഞ് പല കല്യാണം കഴിഞ്ഞ് വഴക്കുണ്ടാകും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സിനിമയിൽ ജീവിതവും സിനിമയും തമ്മിൽ കണക്ട് ചെയ്ത് കിടക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഉദാഹരണം പറയുന്നത്. ഒരു കൊറോണയുടെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് സാറ് 2023 മഹാറാണിയായിട്ട് സാറ് രംഗത്ത് വരുന്നത്. അപ്പം എന്തായിരുന്നു സാർ ആ ഒരു സമയത്ത് ഒരു കൊറോണ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരെ എഫക്റ്റ് ചെയ്ത ഒരു, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളുടെ ഇൻഡസ്ട്രി, നമ്മുടെ മൂവി ഇൻഡസ്ട്രി, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എഫക്റ്റ് ചെയ്ത ഒരു ഗ്യാപ്പിന് ശേഷം സാർ തിരിച്ചു വന്നപ്പോൾ എന്താണ് സാറിന് ആ ഒരു മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഫീലിങ്സ് എന്തായിരുന്നു? എന്താണ് ചേഞ്ച് ആയത്? കൊറോണയുടെ സമയത്ത് ശരിക്കും എല്ലാവരെയും പോലെ ഞാനും ഡിപ്രഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകും, എന്താകും അവസ്ഥ. കാരണം സിനിമ പെട്ടെന്നെല്ലാം നിലച്ചു, നമുക്ക് വേറൊന്നും അറിയത്തുമില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ലാൽ സാറിനും മമ്മൂട്ടി സാറിനും ഒക്കെ മെസ്സേജ് അയക്കുമായിരുന്നു. രണ്ടുപേരും മറുപടി അയക്കുമായിരുന്നു, ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറയും. അതൊക്കെ കാരണം അവരാണല്ലോ ഇൻഡസ്ട്രിയുടെ വലിയ. അപ്പം ആ രണ്ടുപേരും മറുപടി പറയുമായിരുന്നു. അപ്പോൾ നമുക്കതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് കിട്ടിയ എനർജി അതൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് ഒരു ഏരിയയിൽ ഞാൻ ഡിപ്രഷനിലോട്ട് പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്.
പിന്നെ അതിനൊക്കെ അപ്പം ഞാൻ നോക്കിയപ്പോൾ ലോകം മുഴുവൻ ഞാൻ മാത്രമല്ല, അപ്പം നമ്മൾ സെൽഫിഷായി പോകും. എൻ്റെ അപ്പുറത്തുള്ളവരും എൻ്റെ സഹജീവികളും മുന്നോട്ടുള്ളവരും ഒക്കെ ഇത് അനുഭവിക്കുന്നുണ്ട്. അപ്പം മനസ്സിലായി എല്ലാവരും ഉണ്ട്, ഞാൻ മാത്രമല്ല. അങ്ങനെ അതിനെ കവറപ്പ് ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രതീഷ് രവിയുടെ ഒരു സ്ക്രിപ്റ്റുമായിട്ട് മഹാറാണി എന്ന് പറയുന്ന സിനിമയായിട്ട് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയത്. പിന്നെ അത് അങ്ങ് പോയി. അത് എങ്ങനെ അതിനെ തരണം ചെയ്ത് എല്ലാവരെയും പോലെ തന്നെ. പക്ഷേ ഒരു സമയത്ത് എനിക്ക് ഡിപ്രഷൻ ഏരിയയിലോട്ട് ഞാൻ പോയിരുന്നു, ഭയങ്കരമായിട്ട് പോയിരുന്നു. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കിതല്ലാതെ വേറൊന്നും അറിയത്തില്ല, പുറത്തോട്ട് പോകാനും പറ്റത്തില്ല, എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ക്രിയേഷനെ വരെ ബാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ പലരും ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, എന്ത് തുടങ്ങണമെന്നൊരു ധാരണയില്ല എനിക്ക്. പക്ഷേ പിന്നീട് നമുക്ക് സിനിമകൾ കിട്ടിത്തുടങ്ങി, എല്ലാവരെയും പോലെ ഇപ്പോൾ സിനിമ ചെയ്ത് പോകുന്നു. ദൈവത്തിന് നന്ദി. സാർ ഇപ്പോൾ എലിമെന്റ്സ് ഓഫ് സിനിമയിൽ ഡയറക്ഷൻ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ സാർ? സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടുത്തെ പ്രിൻസിപ്പൽ ചെയർമാനായിട്ടാണ്, പ്രിൻസിപ്പൽ അല്ല ചെയർമാൻ. അത് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ നടത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചെയർമാൻ പോസ്റ്റിൽ അവർ എന്നെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറില്ല, വല്ലപ്പോഴും പോയി പിള്ളേരോട് ഇൻട്രാക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു നെക്സ്റ്റ് ജനറേഷനെ ഷേപ്പ് ചെയ്യുന്നതിൽ അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസസും ഒക്കെ എന്താണ് സാർ? അത് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും അവരോടൊപ്പം ഷെയർ ചെയ്യണത്. അത് സിനിമയെക്കുറിച്ചൊരു ബേസിക് എന്തെങ്കിലും അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയാത്ത ഒരുപാട് പേര് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ചിട്ട് ഇങ്ങനെ പറയും, എടാ നമുക്കറിയാവുന്ന ആൾക്കാരുടെ അങ്ങനെ ബന്ധുക്കളൊക്കെ വിളിച്ചിട്ടെടാ അവനാണ് പഠിക്കാൻ ഭയങ്കര മണ്ടൻ, നീ എങ്ങനെയെങ്കിലും അവന് സിനിമയിലെടുക്കുക. അങ്ങനെ മണ്ടന്മാർക്ക് വരാൻ പറ്റിയൊരു മേഖലയായിരുന്നു. ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളൊരു വരേണ്ട മേഖലയാണ്. 100 പേരിൽ ഒരാളൊക്കെ ഡയറക്ടറാകുന്നത്, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആകുന്നത്. നമ്മൾ എത്ര സമൂഹത്തിലെടുത്ത് അങ്ങനെ ആകണേൽ മണ്ടന്മാർക്ക് പറ്റിയ ഏരിയ അല്ലത്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം, എടാ അത് മണ്ടം, നിൻ്റെ മോൻ പഠിക്കാൻ മണ്ടനാണ്, എൻ്റെ അടുത്തോട്ട് വിടുന്നത്. അവന് നല്ല ബുദ്ധിയുണ്ടല്ലേ അടുത്ത് വന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരുപാട് പേര് നമ്മുടെ അടുത്ത് അവസരം ചോദിച്ചൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുണമുണ്ടാകുന്നത്. കാരണം വെച്ചാൽ അവർക്ക് അലയാതെ തന്നെ ഇതെങ്ങനെ ഒരു ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുമ്പോൾ അവർക്ക് എളുപ്പമായിരിക്കും എങ്ങനെ തെണ്ടാൻ പോകണമെന്ന് അറിയാനായിട്ട്. ഒരാളുടെ അവസരം ചോദിക്കണമെങ്കിൽ എങ്ങനെയൊക്കെ വെറുതെ പോകുന്നതിനെക്കാട്ടില്ല നമ്മളെന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടോ ഒരു കഴിവിട്ട് ചെല്ലുമ്പോഴത്തേക്കിനും അതിൻ്റേതായ ഒരു വാല്യൂ അവർക്ക് കിട്ടും. അതിന് ഗുണം ചെയ്യുന്ന ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ അത് ഗുണം ചെയ്യും. അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന പിള്ളേർക്കൊക്കെ അവിടെ നിന്നല്ല ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങുന്ന പിള്ളേർ ഇപ്പോൾ ഇൻഡസ്ട്രിയിലൊക്കെ നന്നായിട്ട് ഒന്ന് വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. അഭിനയത്തിനാണേലും പല ടെക്നിക്കൽ മേഖല. കാരണം ചുമ്മാതെ വന്നിട്ട് ആ ഒരു നിലാവത്തഴിച്ചിട്ട് കോഴിയെ പോലെ വന്നിട്ട് കാര്യമില്ല. എന്താണോ ഫോക്കസ് അത് അറിഞ്ഞിരിക്കുന്നതല്ലാണ്. എനിക്ക് പുതിയ തലമുറ വരുന്നവരോടും പറയാനുള്ളത്, നമ്മൾ ആദ്യം വേണ്ടത് അഭിനയം, ഡയറക്ഷൻ, കഥ, തിരക്കഥ, എല്ലാം കൂടെ കാലുവാരിയിട്ട് അടിക്കരുത്. ഒരിടത്ത് ഫോക്കസ് ചെയ്തിട്ട് അവിടെ വിജയിച്ചതിന് ശേഷം അടുത്തടുത്തോട്ട് പോവുക. അതാണ് ഏറ്റവും നല്ലത്. എല്ലായിടത്തോട്ടും ഒരുമിച്ച് പോയിട്ട് നമ്മൾ മൂക്കും കുത്തി വെള്ളത്തിൽ വീഴും. നമ്മുടെ വെള്ളത്തിൽ പോകുമ്പോൾ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞില്ല. അപ്പോൾ അല്ലാതെ ഒരു ഫോക്കസിലോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വിജയത്തിലെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അത് ഏത് മേഖലയിലാണെങ്കിലും എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പഠിച്ചിരിക്കുന്നു. ഇപ്പോൾ സാർ ഇപ്പോൾ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സാർ എനിക്ക് അറിയാവുന്ന കുറച്ച് പേര് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, പിന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. പക്ഷെ പലരും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ടർ ആകണം എന്നുള്ളതാണ്, പക്ഷേ ആ മൂവി ഫീൽഡിലേക്ക് എത്തിച്ചേരണം, ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് അല്ലെങ്കിൽ എത്തിച്ചേരാം. അങ്ങനെ സാറിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഡയറക്ടർ അല്ലാതെ ഒരു ആക്ടർ ആകണം എന്നുള്ളൊരിത് സാർ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. എൻ്റെ മനസ്സിൽ സംവിധായകൻ മാത്രമായിരുന്നു. ഡയറക്ടറാകുക അത് മാത്രമാണ് എൻ്റെ മനസ്സിലാഗ്രഹം. നാളെ എന്താകുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നാളത്തെക്കുറിച്ച് പ്രവചിക്കാൻ നമ്മൾ ആളല്ല. പക്ഷേ ആക്ടിങ് എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫഷണലുമായിട്ട് ഞാൻ യോജിപ്പിച്ചിട്ടേ ഇല്ല ഇപ്പോഴും. എൻ്റെ ഇഷ്ടം ഞാൻ സിനിമ ഒരു ക്രിയേറ്ററായിട്ട് ഇങ്ങനെ നിൽക്കാനാണ് എനിക്കിഷ്ടം. നമ്മൾ ചെയ്ത സിനിമ ജനങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് കൈയടിച്ച് കിട്ടുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കൊരിക്കലും മറ്റൊരു മേഖലയിൽ നിന്ന് കിട്ടത്തില്ല. മറ്റൊരു മേഖല അഭിനയം എന്ന് പറയുമ്പോൾ പൈസ കിട്ടാനൊക്കെ ഭയങ്കര എളുപ്പമുള്ള അങ്ങനെയൊക്കെയാണ്. പക്ഷേ അവിടെയും അഭിനയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പാടുള്ള പണിയാണ്. നമ്മൾ ഉദ്ദേശിച്ച കഥാപാത്രം ചെയ്തു തരിക എന്ന് പറയുന്നത് ഏറ്റവും ഞാൻ സിനിമയിലെ ഓരോ മേഖലയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഭയങ്കര കഷ്ടപ്പാടുള്ളതാണ്. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടുള്ള മേഖലയാണ്. ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് ഡയറക്ടർ. അപ്പം അവരെ കണ്ടൊക്കെ ഇച്ചിരി മേളിൽ നിൽക്കുന്ന ആളായിരിക്കുമല്ലോ. പിന്നെ ഒരു കമാൻഡിങ് പവറും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എപ്പോഴും ഒരു ഡയറക്ടറായിട്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു, നമ്മൾ എല്ലാവരെയും ചെയ്യിപ്പിക്കുക, അതിൻ്റെ റിസൾട്ട് വരിക, അതൊക്കെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചത്. മറ്റതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. സാർ ഒരിക്കൽ സാറ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, പാവാട ഫെയിലായിരുന്നെങ്കിൽ ഞാൻ ഔട്ടായേനെന്ന്. അതായത് അത്രയും വൾണറബിലിറ്റിയും അത്രയും ഫിയറും സാറ് തുറന്ന് കാണിച്ചു എന്നുള്ളതൊരു കാര്യം. ഇനി അങ്ങനെ അതായത് ഇങ്ങനെ ഒരു മൂവി ജനിക്കുമ്പോൾ ആ ഡയറക്ടറിനും ആ ഒരു മൂവിക്കും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ, അതായത് ആ ഡയറക്ടറിൻ്റെ ഉള്ളിലെ ആ ഒരു ഫിയർ അല്ലെങ്കിൽ ആ ഒരു ഭയം ആ മൂവിയുടെ സക്സസ് അല്ലെങ്കിൽ അതിൻ്റെ സോളിനെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ?
ഈ പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണ്, പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ എന്ന് മോട്ടിവേറ്റ് ചെയ്യും പലരും വന്നിരുന്നു. ഈ ആൾക്കാർ തന്നെ നമ്മളൊരു കാര്യത്തിന് വിളിച്ചാൽ ഫോൺ പോലും എടുക്കത്തില്ല. പരാജയപ്പെട്ടവനൊന്നും പരാജയപ്പെട്ടവൻ തന്നെയാണ്. അപ്പം എനിക്ക് ആ രണ്ടാമത്തെ സിനിമയിൽ ചെറിയൊരു പാളിച്ച സംഭവിച്ചപ്പോൾ തീർച്ചയായിട്ടും പാവാടയും കൂടെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അത് എല്ലാവരെ പോലെ നമ്മൾ അത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അതെന്താ കാരണം വെച്ചാൽ ഇതാണ്. മറ്റുള്ളവരൊക്കെ പറയുമോ നീ പരാജയപ്പെട്ടെന്ന് വെച്ച് വിഷമിക്കേണ്ട, പക്ഷെ നമ്മളൊരു കാര്യത്തിന് ചെല്ലുമ്പം ആരും കാണത്തില്ല. അത് ഞാൻ അനുഭവിച്ച ആളാണ്. വിജയിക്കുന്നതിന് മാത്രമാണ് സിനിമയിൽ സ്ഥാനം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. വിജയിക്കുന്നതിന് മാത്രമാണ് എപ്പോഴും സ്ഥാനം കിട്ടും. പരാജയപ്പെടുന്നതിന് എത്ര വിജയം ഉണ്ടാക്കിയാലും ഒരെണ്ണം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന പോലെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതൊരു ഫംഗ്ഷനിൽ എന്നാൽ പോലും നമുക്കത് ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന കസേരകളുടെ സ്ഥാനം പോലും മുന്നിൽ നിന്നും പുറകോട്ട് പോകുന്നതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. വിജയിക്കുന്നവരും പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെയല്ല. കാരണം പരാജയപ്പെടുന്നതിനും കൂടെ സ്ഥാനം കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ. കാരണം ആ കഴിവില്ലായ്മ കൊണ്ടല്ല പരാജയപ്പെടും. അത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് രജനീകാന്തിൻ്റെ ഒരു സ്പീച്ചാണ്. എന്നെ എപ്പോഴും ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മരുന്ന് പോലെ കാണുന്ന ഒരു സ്പീച്ചാണ് അത്. അതായത് ബീസ്റ്റിൻ്റെ പരാജയത്തിന് ശേഷമാണ് ജയിലർ എന്ന് പറഞ്ഞ പടം നടക്കുന്നത്. അതിൻ്റെ നെൽസൺ എന്ന് പറഞ്ഞ തമിഴിലെ ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന ഡയറക്ടറാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടർ ഇൻ ഇന്ത്യൻ സിനിമ. അദ്ദേഹത്തിൻ്റെ ബീസ്റ്റ് വിജയുടെ പടം പരാജയപ്പെട്ടപ്പോഴത്തേക്കിനും രജനീകാന്തിനെ വെച്ച് അടുത്ത ജയിലർ ചെയ്യേണ്ടത്. അപ്പോൾ ജയിലറിൽ നിന്ന് രജനീകാന്തിനെ പലരും വിളിച്ചു പറഞ്ഞു ഇദ്ദേഹത്തെ മാറ്റുന്നത്. അപ്പോൾ രജനീകാന്ത് അതിൻ്റെ ഓഡിയോ ലോഞ്ച് വെച്ച് പുള്ളി പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടൊരു പ്രസംഗമാണ്. അത് പുള്ളി പറയുന്നുണ്ട്, ഒരു ഡയറക്ടർ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. അദ്ദേഹം എടുക്കുന്ന സബ്ജക്റ്റ്, ചിലപ്പോൾ അതിനകത്ത് തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ, തിരഞ്ഞെടുക്കുന്ന ആർട്ടിസ്റ്റുകൾ, ഈ ഒരു കാര്യത്തിലായിരിക്കും അദ്ദേഹത്തിന് പരാജയം സംഭവിക്കുന്നത്. പക്ഷേ ഒരു ഡയറക്ടർ ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് പറഞ്ഞ് ആ ഒരു പ്രസംഗത്തിന് ശേഷം എനിക്ക് കിട്ടിയ ആത്മവിശ്വാസം ഭയങ്കരമാണ്. ഇനി പടം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. രജനീകാന്തിനെ പോലുള്ള ആ ഒരു ഡയറക്ടറെ അംഗീകരിക്കുക എന്ന് പറയുന്നത്, അയാൾക്ക് പടം കൊടുത്തു. അതിനുശേഷം പുള്ളി ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ ഈ പടം ഇദ്ദേഹത്തിന് കൊടുത്തില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭാവി എന്തായിരിക്കും. അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട്. ആ യൂട്യൂബിലുണ്ടാകും പ്രസംഗം, പുള്ളി അത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അദ്ദേഹത്തിന് ആ സിനിമ കൊടുത്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ എന്താകുമായിരുന്നു. അപ്പോൾ ആരെയും അവഗണിക്കരുത്, ആരെയും ഇൻസൾട്ട് ചെയ്യരുത്. കാരണം വെച്ചാൽ എപ്പോഴാണ് വിജയം നമുക്ക് പറയാൻ പറ്റത്തില്ല. സിനിമയിൽ കഴിവുണ്ടോണ്ടാണ്. പക്ഷേ വിജയം പരാജയം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പരാജയപ്പെട്ടവൻ്റെ സൈഡ് ലൈൻ ചെയ്യുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും വിജയിക്കുന്നവർക്ക് മാത്രമാണ് അവസരങ്ങൾ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതല്ല, പരാജയപ്പെടുന്നവർക്കും കൊടുക്കണം. അങ്ങനെ തന്ന ഒരാളാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജിനെ ഒരുപാട് പേര് വിളിച്ച് എന്തുപോലെ പറഞ്ഞിരുന്നു. പക്ഷേ പൃഥ്വിരാജ് എന്നെ വിളിച്ച് പറയുകയും ചെയ്തു, ഈ പടം ചെയ്യുന്നുണ്ടെങ്കിൽ ചേട്ടനെ ചെയ്യത്തുള്ളൂ. അത് രജനീകാന്തിന് മുമ്പ് പറഞ്ഞ ആളാണ് പൃഥ്വിരാജ്. പബ്ലിക്കായിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അതായത് പൃഥ്വിരാജ് സുകുമാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മലയാള സിനിമ ഇതുവരെയും വളരെ പരിചിതമല്ലാത്ത എന്തെങ്കിലും, എന്നാൽ സാറിന് ചെയ്യാൻ താല്പര്യമുള്ള എന്തെങ്കിലും ഒരു സ്റ്റോറി ലൈനോ ഒരു സബ്ജക്റ്റോ എന്തെങ്കിലും സാറിൻ്റെ മനസ്സിലുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പലരും കർണൻ മറ്റേന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും തോന്നാറില്ല. എനിക്ക് വേണേൽ പറയാം, ആ കർണൻ അതൊക്കെ ചെയ്താൽ കൊള്ളാം. ഞാനങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഇത് സിനിമയാക്കിയാൽ കൊള്ളാമെന്നൊക്കെ എനിക്ക് അങ്ങനെ ഒരുപാട് ചെറുകഥകൾ പുസ്തകങ്ങൾ വായിക്കും തോന്നുന്നത്. ബിപിൻ ചന്ദ്രനുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പുറത്താണ് പുസ്തകങ്ങൾ. ഇതിനെ വായനാശീലം പഠിപ്പിച്ചത് ബിപിൻ ചന്ദ്രനാണ്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണമെങ്കിലാണ് ഒരു നല്ല ഡയറക്ടർ. അങ്ങനെ എനിക്ക് റെഫർ ചെയ്യും. അപ്പോൾ ഇന്നത് വായിച്ചാൽ കൊള്ളാം, ഇങ്ങനെ സിനിമയാക്കിയാൽ കൊള്ളാം, അത് ആഗ്രഹങ്ങൾ മനസ്സിൽ വരും. പിന്നെ അതിൻ്റെ മുന്നോട്ടുള്ള ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കിനായിരിക്കും നമ്മൾ ചിലപ്പോൾ അതിൽ നിന്ന് ബാക്കൗട്ട് ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഇന്ന സിനിമ ചെയ്യണം, ഇന്ന കഥാപാത്രത്തിൽ ഇങ്ങനെ എന്നുള്ള അങ്ങനെ എൻ്റെ മനസ്സിൽ ഇല്ല. എനിക്ക് നല്ല സിനിമകൾ ചെയ്യുക, രസകരമായ സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. ഇനി നാളെ ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹം വന്നുകൂടായികയില്ല. ചില ആൾക്കാരുടെ ബയോഗ്രഫി പോലെ ചില ആൾക്കാരെ കാണുമ്പോഴത്തേക്കിന് അത്തരം സിനിമകൾ എൻ്റെ മനസ്സിൽ കയറി വന്നിട്ടുണ്ട്, അത് ചെയ്താൽ കൊള്ളാം എന്നൊക്കെ. പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനും അത് സിനിമയായി വന്നിട്ടുമുണ്ട്. അതാണ് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്തത്. നമ്മൾ അതിനു വേണ്ടി ഒന്ന് മെനക്കെട്ട് പോകുമ്പോഴത്തേക്കിനായിരിക്കാം അതിൻ്റെ റൈറ്റ്സ് മേടിച്ച് അവർ പോയിട്ടുണ്ടായിരിക്കും. അപ്പം ആഗ്രഹിച്ചിരുന്നിട്ട് നടന്നില്ല, നമുക്ക് വിഷമം ഉണ്ടാകും. അതുകൊണ്ട് അത്തരം ആഗ്രഹങ്ങൾക്ക് ഇത് കൊടുക്കാതെ നാളെ ഒരിക്കൽ അങ്ങനെ മറിച്ച് ചിന്തിച്ച് വരില്ല എന്നുള്ള ഇല്ല, ചിലപ്പോൾ സംഭവിച്ചേക്കാം അതൊക്കെ. ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ സാറിൻ്റെ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചാലഞ്ച് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? നല്ല സ്ക്രിപ്റ്റ് വരുന്നതാണോ, അതോ നല്ല പ്രൊഡ്യൂസറിനെ കിട്ടുന്നതാണോ, അതോ നല്ല ആ സ്ക്രിപ്റ്റിന് പറ്റിയ ക്യാരക്ടേഴ്സിന് കിട്ടുന്നതാണോ? എന്താണ് സാർ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള പാർട്ട്? നല്ല സ്ക്രിപ്റ്റ് കിട്ടുക എന്ന് തന്നെ ഉള്ളതാണ്. ബാക്കിയൊക്കെ നമുക്ക് കിട്ടും. നല്ല സ്ക്രിപ്റ്റ് കിട്ടിയാൽ പ്രൊഡ്യൂസറെ കിട്ടാനും ഹീറോയെ കിട്ടാനും ഒക്കെ എളുപ്പമാണ്. കാരണം അവരൊക്കെ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും പാട് നല്ല സ്ക്രിപ്റ്റ് കിട്ടാനാണ്. അപ്പം ലോകി സാറിനെ പോലെ മഹാന്മാരുണ്ടായിരുന്ന കാലം ലോകമാണിത്.
അപ്പോൾ നല്ലൊരു തിരക്കഥ കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും, അതിനപ്പുറത്ത് വലിയൊരു കാര്യമില്ല. നല്ല തിരക്കഥ കിട്ടുകയും നമ്മൾ ഏത് താരത്തിനെടുത്ത് നമുക്ക് ചെല്ലാം, ധൈര്യമായിട്ടേ അല്ല. മറ്റേ നമുക്കൊരു ഭയം വരും, ഇവർ ഏക്കുമോ. ഒരു നല്ല തിരക്കഥ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ടില്ല, സാർ ഇത് സാറിന് ചെയ്താൽ കൊള്ളാം, ധൈര്യമായിട്ട് കൊടുക്കാം. അവർ നെഗറ്റീവ് പറയാം, പോസിറ്റീവ് പറയാം, അത് അവരുടെ ഇഷ്ടം. പക്ഷെ നമ്മുടെ ഇരിക്കുന്ന സാധനം അതില്ലെങ്കിൽ അടുത്ത ചോയ്സ്, അല്ല അടുത്ത ചോയ്സ്. പക്ഷേ ഒരു തിരക്കഥ കിട്ടുക എന്ന്, അത് കഴിയുമ്പോൾ പ്രൊഡ്യൂസറൊക്കെ വരും, അവർക്കും മനസ്സിലാവും ഇത് നല്ല തിരക്കഥയാണ് എന്ന് കിട്ടും അവർക്ക്, അതൊക്കെ ഉറപ്പാണ്. പക്ഷെ നല്ലൊരു തിരക്കഥ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. സർ, ഇനിയുള്ള ഒരു റാപ്പിഡ് റിഫ്ലക്ഷൻ റൗണ്ടാണ്. അതായത് ഞാൻ കുറച്ച് വ്യക്തിത്വങ്ങളുടെ പേര് പറയും, അല്ലെങ്കിൽ കുറച്ച് സംഭവങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ സാറിൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ വാക്ക് അല്ലെങ്കിൽ ആദ്യത്തെ സെൻറ്റൻസ് ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവിങ് ആയിട്ടുള്ള ഇതാകൊണ്ടാണ് അത്ര ഫാസ്റ്റ് അല്ല റാപ്പിഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. എൻ്റെ ഷൂട്ടിംഗ് ആയിരിക്കും ഫാസ്റ്റ്, ജീവിതത്തിൽ ഞാൻ വളരെ സ്ലോ ആയിട്ട് പോകുന്ന ആളാണ്. എല്ലാം ആസ്വദിച്ചല്ലേ സാർ, എല്ലാ മൊമെന്റ്സും ആസ്വദിച്ച് വളരെ. ഓക്കെ, ആദ്യത്തെ ചോദ്യം. മമ്മൂക്ക. എൻ്റെ ദൈവം. പൃഥ്വിരാജ് സുകുമാരൻ. സ്നേഹമുള്ള മനുഷ്യൻ. കുഞ്ചാക്കോ ബോബൻ. സ്നേഹവും സുന്ദരനുമായ മനുഷ്യൻ. അൻവർ റഷീദ് സർ. മൈ ബ്രദർ, മൈ മെൻറ്റർ. ഷാജി കൈലാസ് സർ. ഗുരു. 18 വർഷം. സന്തോഷം. ഫസ്റ്റ് ഡേ ആക്ഷൻ പറഞ്ഞ നിമിഷം. ഫസ്റ്റ് ഡേ ആക്ഷൻ പറഞ്ഞ നിമിഷം ഞാനൊരു ഡയറക്ടറായി. പരാജയം. അത് ഞാൻ മാത്രം അനുഭവിക്കുന്നതാണ്. ചങ്ങനാശ്ശേരി. എൻ്റെ നാട്. എക്കണോമിക്സ് ഡിഗ്രി. ഒന്നും അറിയില്ല. ഏറ്റവും പ്രൗഡായിട്ടുള്ള ഫിലിം. പ്രൗഡായിട്ടുള്ള ഫിലിം ഞാൻ ചെയ്താണ് ഉദ്ദേശിക്കുന്നത്. അതെ, അത് പറയാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആണല്ലേ, ഞാൻ ചോദിക്കുന്നത്. കാരണം എല്ലാം പ്രൗഡാണ് എനിക്ക്. അതായത് വിജയത്തിൻ്റെ പരാജയത്തിൻ്റെ എല്ലാം നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്നതാണ്. അതെല്ലാം പ്രൗഡാണ് എനിക്ക്. ഞാൻ ചെയ്തത് എല്ലാ സിനിമയും എനിക്ക് പ്രൗഡാണ്. ഏറ്റവും വേദന തന്ന സിനിമ. ഏറ്റവും വേദന തന്ന സിനിമ. സിനിമയിൽ എനിക്ക് വേദന ഉണ്ടായിട്ടില്ല. ഇല്ല. ആ വേദന സന്തോഷമുള്ള വേദനകളാണ്. സിനിമ എനിക്ക് എന്നും സന്തോഷങ്ങളെ തന്നിട്ടുള്ളൂ. അത് പരാജയമാണെങ്കിലും ശരി, വിജയമാണെങ്കിലും ശരി. അതിൻ്റെ അകത്ത് വേദനയ്ക്കും എനിക്കൊരു സന്തോഷമുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുമ്പോഴും അത് ഞാൻ അനുഭവിച്ച് ആസ്വദിച്ചാണ് കരയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സിനിമയിൽ നിന്ന് വേദന ഉണ്ടായിട്ടില്ല. സുഖമുള്ള വേദനകളും സന്തോഷങ്ങളും എനിക്ക് സിനിമയിൽ ഉണ്ടായിരുന്നു. സിനിമ സാറിന് ബാക്കി പൂരിപ്പിക്കാമോ? സിനിമയാണ് എനിക്കെല്ലാം, എൻ്റെ ശ്വാസം. സിനിമാ ലോകത്ത് പുറത്തുള്ള മാർത്താണ്ഡൻ സാറ്. ആംഗ്രി യങ് മാൻ, കൂൾ മാൻ, റൊമാൻറ്റിക് മാൻ, ഇമോഷണൽ മാൻ. ഇതെല്ലാം കൂടെ ചേർന്ന് എനിക്കെല്ലാം ഉണ്ട്. ഞാൻ റൊമാൻറ്റിക്കാണ്, ഞാൻ ആംഗ്രിയാണ്, ഞാൻ പിന്നെന്താ ചോദിച്ചാൽ ഇമോഷണലാണ്. ഇമോഷണൽ, ഭയങ്കര ഇമോഷണലാണ് ഞാൻ. ആണല്ലേ? ഭയങ്കര ഇമോഷണലാണ്, കൂളുമാണ്, എല്ലാമാണ് ഞാൻ. ജി മാർത്താണ്ഡൻ 10 വർഷത്തിന് ശേഷം. അപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. കുറച്ചുകൂടി ചെറുപ്പമാകാനേ ചാൻസ് ഉള്ളൂ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സർ, ഇനി നമ്മുടെ ലാസ്റ്റ് വൈൻഡിങ് അപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റോറിക്ക് പിന്നിലെ സ്റ്റോറി എന്ന് പറയുന്ന പോലെ ഇതുവരെ ലോകം അറിയാത്ത എന്തെങ്കിലും ഒരു കഥ, ഹിഡൻ ചാപ്റ്റർ അല്ലെങ്കിൽ ഹിഡൻ മൊമെൻ്റ്, അല്ലെങ്കിൽ ഒത്തിരി പേർക്കൊന്നും അറിയില്ലാത്ത സാറിന് മാത്രം സ്വകാര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മളോടൊപ്പം ഷെയർ ചെയ്യാൻ. അതായത് ഞാൻ ഡയറക്ടറാകുന്നതിന് മുമ്പ് അന്ന് എനിക്ക് മമ്മൂട്ടി സാറിൻ്റെ പടം എനിക്ക് ബെന്നിച്ചേൻ്റെ സ്ക്രിപ്റ്റിൽ ഞാൻ കമ്മിറ്റായിരുന്നു. അതിനു മുമ്പ് ഞാൻ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തപ്പം ശ്രീനിവാസൻ സാറുമായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു. ഒരു നാൾ വരും എന്ന് പറഞ്ഞ പടത്തിൻ്റെ സമയത്ത് ലാൽ സാർ അഭിനയിച്ച് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആത്മബന്ധം ഉണ്ടായി സാറുമായിട്ട്. ശ്രീനേട്ടൻ ഞാനും തമ്മിൽ ഭയങ്കര ആത്മബന്ധമായിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, അച്ഛനെ കാണാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ ശ്രീനേട്ടനോട് പറഞ്ഞിരുന്നു അച്ഛന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം എൻ്റെ ചങ്ങനാശ്ശേരി വെച്ച് അദ്ദേഹം മാത്താണ്ട എവിടെ ഉണ്ട്? ഞാൻ ചങ്ങനാശ്ശേരി വീട്ടിലുണ്ട്. ഞാൻ വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞു. അച്ഛനെ കാണാൻ പുള്ളി വീട്ടിൽ വന്നു. രാവിലെ വന്നിട്ട് വൈകുന്നേരമാണ് പോയത്. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ടൂർണമെൻ്റ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ അസോസിയേറ്റായിട്ട് ലാൽ സാർ ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ ഫഹദ് അപ്പം ഇൻട്രസ്റ്റോട്ട് വരുന്ന സമയമാണ്. ഫഹദിൻ്റെ ശരിക്കും പറഞ്ഞാൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നൊരു സിനിമ അതാണ്, 2ാം വരവിൽ. അപ്പം അതിൻ്റെ പുതിയ ആൾക്കാരായതുകൊണ്ട് എപ്പോഴും ഇതിൻ്റെ ആക്ടിങ് കോച്ചിങ്ങൊക്കെ ഉണ്ട് എല്ലാവരെയും വെച്ചിട്ട്. അപ്പോൾ ഫഹദിനെ ആലപ്പുഴയിൽ നിന്ന് ഞാൻ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ഞാൻ കാറിലാണ് വരുന്നത്. ഫഹദിനെ എൻ്റെ വണ്ടി കയറ്റിക്കൊണ്ടാണ് എൻ്റെ കാറിലല്ല, അവിടെ ടാക്സി വിളിച്ച് വരും, അവിടുന്ന് ഫഹദിനെ കയറ്റും. അങ്ങനെ അത് എറണാകുളത്ത് വന്നിട്ട് അങ്ങനത്തെ ഒരു സമയമായിരുന്നത്. അപ്പോൾ ഒരു ദിവസം എന്നെ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ എന്നെ ശ്രീനേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചു എവിടെ ഉണ്ട് മാത്താണ്ട, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ്. അപ്പോൾ ശ്രീനേട്ടൻ്റെ ഫ്ലാറ്റിലോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ കത്രിക്കടവിലായിരുന്നു ഫ്ലാറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ശ്രീനേട്ടനൊരു പടം എഴുതുന്നുണ്ട്, പുതിയൊരു ഡയറക്ടർ, അതിൻ്റെ അസോസിയേറ്റായിട്ട് അയക്കുക. പക്ഷേ ഞാൻ ഈ ടൂർണമെൻറ്റ് കൊണ്ട് എൻ്റെ അസോസിയേറ്റ് വേണ്ടി നിർത്താൻ പോയത്, കണ്ണടത്ത് എൻ്റെ പടം തുടങ്ങണം. അതുകൊണ്ട് ഇതാണ് എൻ്റെ ലാസ്റ്റ് പടം എന്നുള്ള രീതിയിൽ ഞാൻ
അതെങ്ങനെ പറയും അവതരിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ചെല്ലുമ്പോൾ അവിടെ മുകേഷ് ചേട്ടനുണ്ട്, രണ്ടുപേരും. അപ്പോൾ ആ സമയത്ത് അവർ ലൂമിയർ ഫിലിംസ് എന്ന് പറഞ്ഞൊരു ബാനറിൽ അവർ പടങ്ങൾ തുടങ്ങി, കഥ പറയുമ്പോൾ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ എങ്ങനെ നോ പറയണമെന്ന് പറഞ്ഞ് ഇങ്ങനെ റെഡിയായിട്ടിരിക്കുമ്പോഴാണ് അവർ ഒരു ചെക്ക് കിടക്കാൻ റെഡിയാക്കി വെച്ചിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന അടുത്ത പടത്തിന് അഡ്വാൻസ് തരാനാണ് എന്നെ വിളിച്ചത്. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റില്ല. ശ്രീനേട്ടനും മുകേഷിൻ്റെ ബാനറിൽ, അവരുടെ ബാനറിൽ അവർ ചെയ്യുന്ന പടത്തിൻ്റെ ഡയറക്ടറായിട്ട് ഞാൻ ഡയറക്ടറായിട്ടില്ല. അപ്പോൾ ശ്രീനേട്ടനെ പോലുള്ള എന്നെ അംഗീകരിക്കുന്നതിന് തുല്യമില്ല. ഇത്രയും വലിയ ലെജൻഡ് എന്നെ അംഗീകരിക്കുകയാണ്. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. അപ്പോൾ എനിക്ക് അപ്പോൾ അതിനേക്കാട്ടിലും വലിയ താരത്തിൻ്റെ ഒരു മീൻസ് അതിനേക്കാളെന്നല്ല, ഒരു വലിയ ഒരു മെഗാസ്റ്റാറിൻ്റെ സിനിമ എനിക്ക് ഓണായി കിടക്കുക. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയ സിനിമയിൽ ഒന്നുമല്ലാത്ത എനിക്ക് ശ്രീനി സാറിനെ പോലെ ഒരു വലിയ ലെജൻഡിൻ്റെ സിനിമ, മമ്മൂട്ടി സാറിൻ്റെ ഒരു സിനിമ തുടക്കക്കാരന് കിട്ടുക എന്ന് പറയുന്ന ഒരു അവസ്ഥ, എനിക്കതിന് അർഹനാണെന്നും. അപ്പം ഞാനപ്പം കാര്യങ്ങൾ പറയണമല്ലോ, അപ്പോൾ വ്യക്തമായിട്ട് ഞാൻ ഇപ്പോൾ തുറന്നു ശ്രീനി സാർ എനിക്കിങ്ങനെ മമ്മൂട്ടി സാറിൻ്റെ അവരോട് നോ പറയാൻ പറ്റത്തില്ലല്ലോ. ആദ്യത്തെ ഒരു പടം ഇതാണെന്ന് പറയണ്ടേ അവരോട്, അവരത് അറിഞ്ഞ് കാണത്തില്ല. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ ബെന്നിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റിൽ മമ്മൂട്ടി സാറിൻ്റെ ഒരു പടത്തിൽ തുടങ്ങണമെന്ന് എൻ്റെ ആഗ്രഹം, അതിൻ്റെ എല്ലാം റെഡിയായിട്ട് അത് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞാൽ എനിക്ക് അഡ്വാൻസ് തന്നു. ഞാൻ അവിടെ വെച്ച് തുറന്നു നോക്കിയില്ല. എനിക്ക് പക്ഷേ എൻ്റെ കൈയും കാലും ഒക്കെ പറക്കുകയായിരുന്നു. കാരണം ഇത്രയും വലിയ ലെജൻഡ് കൂടെ മുകേഷ് ചേട്ടനുമുണ്ട്, പുള്ളിയും അറിയാമല്ലോ എത്ര സീനായിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചെയ്യുന്ന ഒരു പടത്തിൻ്റെ ഡയറക്ടറായിട്ട് എന്നെ ഫിക്സ് ചെയ്യും. അതിനപ്പുറത്ത് എനിക്കിനി ഒന്നും നേടാനില്ല. അതെൻ്റെ ഏറ്റവും സന്തോഷമായിട്ട് നിമിഷമായിരുന്നു. ഞാൻ തിരിച്ച് താഴെ ഇറങ്ങി ആ വണ്ടി കയറി ഞാനത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും വേണ്ട ഒരു എമൗണ്ടുള്ള ചെക്കായിരുന്നു. തിരിച്ച് ചെയ്തവരെ കൊടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് തിരിച്ചു മേടിക്കാൻ അദ്ദേഹം ഇല്ല. പക്ഷെ പിന്നീട് അദ്ദേഹം പലപ്പോഴും കാണുമ്പോൾ ഞാൻ പറയും സാർ എനിക്ക് ആ പടം ചെയ്യാൻ പറ്റില്ല. സാറിന് ആ ഒരു ബാനർ തന്നു. അപ്പോഴും സാർ എന്നെ സാരമില്ല അത് മാത്രം എന്നൊക്കെ പറഞ്ഞു. പുള്ളി അത്രയ്ക്കൊരു വലിയ ലെജൻഡും നമ്മളെ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം ഇതുവരെ എനിക്കൊന്നും ഞാനെങ്ങും പറയാത്തൊരു കാര്യമാണത്. എനിക്ക് എന്നും അങ്ങനെ ശ്രീനേട്ടനുമായിട്ടൊരു ഭയങ്കര ആത്മബന്ധം എനിക്കുണ്ടായിരുന്നു. ഒരു കടമായിട്ടത് കിടപ്പുണ്ട് എപ്പോഴും. അത് ചില കടങ്ങൾ അങ്ങനെ നമുക്ക് തീർക്കാൻ പറ്റില്ല. അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണത്. ഒരു എന്നെ ഡിസൈഡ് ചെയ്തു എന്ന് പറയുന്നത് ഞാനൊന്നുമല്ല. ഞാനൊരു പടം ചെയ്ത ഒരാളെ അവർ വേണേൽ അവർക്ക് വെക്കാം. അവരൊരു ഫോൺ കുത്തിയാൽ എത്രയോ പേരുണ്ട്. അപ്പോൾ അതൊന്നുമല്ലാതെ എന്നെപ്പോലെ ഒരാളെ അവർ സെലക്ട് ചെയ്തു എന്ന് പറയുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. ഇന്നും ഞാനത് ഓർക്കും. നീ മോശക്കാരനല്ല എന്ന് ഞാൻ എപ്പോഴും എൻ്റെ ആത്മവിശ്വാസം കൂടുന്നൊരു ഏരിയ അതാണ്. താങ്ക് യു സോ മച്ച് സർ. ഒത്തിരി നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. സാറിൻ്റെ തിരക്കിൽ എല്ലാ സമയത്തിലും എല്ലാം മാറ്റി വെച്ചിട്ട് താങ്ക് യു സോ മച്ച്. സന്തോഷമുള്ള കാര്യമില്ല, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്നതിന് അങ്ങനെ വെക്കണമല്ലോ. എന്തായാലും സന്തോഷം, വിളിച്ചതിന് സന്തോഷം. താങ്ക് യു സർ. ഇതൊരു ഡയറക്ടറിൻ്റെ മാത്രം കഥയല്ല, ഒരു ഫെയ്ത്തിൻ്റെ കൂടി കഥയാണ്. ഒരിക്കലും കുലുങ്ങാത്ത സ്റ്റബണായി നിൽക്കുന്ന ഒരു ഫെയ്ത്തിൻ്റെ കഥ. ദീസ് വേ ടെയിൽസ് അൺടോൾഡ് വിത്ത് ജി മാർത്താണ്ഡൻ സർ. Thank you.